അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സജി എന്ന വിളിപ്പേരോടുകൂടി അറിയപ്പെടുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ കെ ചാക്കോ അവറുകളാണ്. ദേവദാസന്റെ ജീവിതാനുഭവം പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും തന്നെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. താന് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടുവെങ്കിലും പൈശാചികമായ മണ്ഡലത്തിലൂടെ പിശാച് വലിച്ചഴിക്കപ്പെട്ട ഒത്തിരി തിക്ത അനുഭവങ്ങളും പാപത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ഒക്കെ തന്നെ പാപത്തിലേക്ക് വലിച്ചഴിച്ചു എങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് അതിൽ നിന്നൊക്കെ വിടുവിച്ച് മടക്കി വരുത്തുവാനും ഇന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ രോമാറ്റിയുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ കെ ചാക്കോയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി തുടർന്ന് പ്രേക്ഷകരോടൊപ്പം സംസാരിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ അരോമ ടി വിയിൽ കൂടി എൻ്റെ അനുഭവസാക്ഷ്യം പറയുവാൻ എനിക്കൊരു അവസരം നൽകി തന്ന ഈ ടി വിയുടെ ചെയർമാനായ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരോടതായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അരോമ ടി വിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന എൻ്റെ സ്നേഹിതനായ പാസ്റ്റർ അനീഷ് പോൾ ഛത്തീസ്ഗഡ്, അദ്ദേഹമാണ് എന്നെ ഈ ടി വിയെ പരിചയപ്പെടുത്തുവാനിടയായി തീർന്നത്. അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ അരോമ ടി വിയുടെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ളതായ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. എൻ്റെ പേര് ജോൺ കെ ചാക്കോ, ഞാനൊരു പാസ്റ്ററാണ്. എൻ്റെ പിതാവിൻ്റെ പേര് കെ ജെ ചാക്കോ. അദ്ദേഹം ഒരു 6 വർഷത്തിന് മുന്നമേ താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ മാതാവ് ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. എനിക്കൊരു സഹോദരിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശാലിനി കെ എന്നാണ്. അവരിപ്പോൾ താമസിക്കുന്ന മാവേലിക്കരയാണ്. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് സജി ജോസഫ്. അദ്ദേഹം KCB സബ് എഞ്ചിനീയറായിട്ട് മാവേലിക്കരയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ സഹോദരിക്ക് 2 കുഞ്ഞുങ്ങള്. മൂത്ത മോള് നിജിമോള്, പ്രിയ മകള് ഡിഗ്രി കഴിഞ്ഞ് PGക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അവരുടെ മകൻ നിജുമോൻ, അദ്ദേഹം +2 കഴിഞ്ഞിപ്പോൾ അവിടെ ഹയർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബം, എൻ്റെ വൈഫിൻ്റെ പേര് ഷെറിൻ ജോൺ എന്നാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകൾ ഹെലൻ ജോൺ, പ്രിയ മകള് +2 വർഷം കഴിഞ്ഞ് BSc നേഴ്സിങ്ങിന് പോകാനുള്ളതായ ശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകൾ ഹണി ജോൺ പൈതല് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏറ്റവും ഇളയത് മകനാണ് ഹാരോൺ കെ ജോൺ. മോൻ ഇപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വൈഫിൻ്റെ പിതാവും ഒരു 6 വർഷത്തിന് മുന്നേ ഈ ലോകത്തിൽ മാറ്റപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ മാതാവും എൻ്റെ വൈഫിൻ്റെ മാതാവും ഞങ്ങൾ അങ്ങനെ 7 പേരായിട്ട് സന്തോഷത്തോടെ കർത്താവിൻ്റെ വെയിലിലായിരിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയുടെ പേര് RCPF എന്നാണ്. റിവൈവൽ ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പ് എന്ന മല്ലപ്പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചർച്ചിന്റെ ശുശ്രൂഷകനായിട്ട് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. ഞങ്ങള് ചെറിയ കുടുംബങ്ങളാണ് ഉള്ളത്. കുറച്ച് ഫാമിലി മാത്രമേ ഉള്ളൂ. എങ്കിലും എല്ലാവരും വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേല ചെയ്തു വരികയാണ്. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്, എൻ്റെ ജീവിതം മുന്നോട്ട് പോയതും കോട്ടയം ജില്ലയിലുള്ളതായ കങ്കട ഗ്രാമപഞ്ചായത്തിലെ അമ്പലത്തിനാങ്കുഴി എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞങ്ങളൊരു CMS ആംഗ്ലിക്കൻ വിശ്വാസികളായിരുന്നു. എൻ്റെ പിതാവ് അവിടുത്തെ ഒരു ശുശ്രൂഷകനും അതോടൊപ്പം തന്നെ താൻ തിരുവല്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന BPDC എന്ന് പറയുന്ന സംഘടനയുടെ ഒരു കോർഡിനേറ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. BPDC എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് പീപ്പിൾ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ്. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിൽ അവർ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു BPDC എന്നുള്ളത്. അതിലെ ഒരു പ്രവർത്തനമായിരുന്നു എൻ്റെ പിതാവ്.
അതുകൊണ്ട് അദ്ദേഹം ഒരു സോഷ്യൽ വർക്കറോ അതോടൊപ്പം തന്നെ അദ്ദേഹം അങ്ങനെ ജോലി ഉള്ളത് കൊണ്ടും അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. എൻ്റെ പിതാവിനെ എല്ലാവരും ചാക്കോ സാർ എന്നാണ് വിളിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. പിതാവിന്റെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് ഒത്തിരി സമൂഹത്തിൽ അറിയപ്പെടുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. എൻ്റെ മാതാവ് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയായിരുന്നു. എന്നെ ചെറുപ്പത്തിൽ എൻ്റെ 1 വയസ്സിനോടെ മരിക്കത്തക്ക രോഗം എനിക്ക് നേരിടുവാൻ ഇടയായി തീർന്നു. എൻ്റെ ഓപ്പറേഷൻ സമയത്ത് എൻ്റെ മാതാവിനോടും പിതാവിനോടും ഡോക്ടേഴ്സ് പറഞ്ഞു പൈതലിനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സിറ്റുവേഷനിൽ എൻ്റെ മാതാവ് എന്നെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. എൻ്റെ മകനെ എനിക്ക് തിരികെ കിട്ടുകയാണെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി അവനെ സമർപ്പിച്ചുകൊള്ളാന്ന് പറഞ്ഞു. എൻ്റെ മാതാവ് അങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഞാൻ വളർന്നു വരുമ്പോഴൊക്കെ ഞാൻ ഓരോ ചെറിയ തെറ്റിലും അകപ്പെടുമ്പോൾ എൻ്റെ മാതാവ് എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു, നിന്നെ ദൈവവേലയ്ക്ക് വേണ്ടി ഉള്ളവനാണെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് ചോദിക്കുമായിരുന്നു, എന്നോട് ചോദിക്കാതെ എന്തിനാ എന്നെ നേർന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ പലപ്പോഴും എന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് എൻ്റെ മാതാവ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ പിതാവ് രാവിലെ 7:30 പോയി കഴിഞ്ഞ് അദ്ദേഹം 8:30 9 മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിൽ വരുന്നത്. അതങ്ങനെ സാമൂഹ്യ പ്രവർത്തനം ആയതുകൊണ്ടും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഒത്തിരി രാത്രിയായിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ മാതാവിന്റെ ചിട്ടയിലാണ് ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരോട് കൂടി ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങൾക്കൊരു പനമുന്ന എന്നുള്ള എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ കുറെ തെങ്ങുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരോട് ഞാൻ തേങ്ങ എറിഞ്ഞിട്ടു. ഞാൻ അത് 2-3 വലിയൊരു തേങ്ങ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് എൻ്റെ മാതാവിനെ ഒത്തിരി അടിച്ചു. നീ ഇങ്ങനെ ദൈവവൈദ്യനാകാനുള്ള നീ ഇങ്ങനെ മോഷ്ടിക്കുന്നത് ശരിയല്ല പറഞ്ഞ് ഒത്തിരി അടിച്ചു. അന്ന് ഞാൻ മാതാവിനോടും ദേഷ്യപ്പെട്ട് ഒത്തിരി കയർത്ത് സംസാരിപ്പാനൊക്കെ ഇടയായി തീർന്നു. പക്ഷെ തുടർന്ന് എനിക്ക് പിന്നെ ദുഃഖമായിപ്പോയി. എൻ്റെ മാതാവ് പിന്നെ കരഞ്ഞു. അന്ന് രാത്രി ഞാൻ കൂട്ടുകാർ കൂടി ഒത്തിരി ലേറ്റായിട്ട് കടന്നു വരുമ്പോൾ എൻ്റെ മാതാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഷോക്ക് പോലെ അനുഭവിച്ചു. എൻ്റെ മാതാവിന്റെ കരച്ചിൽ വലിയ ഷോക്ക് പോലെ അനുഭവപ്പെട്ടു. എങ്കിലും തുടർന്ന് ഞാൻ അത്യാവശ്യം ചില ഉഴപ്പിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പുകവലിക്കുമായിരുന്നു, അത്യാവശ്യം ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. 4-5 തവണ കഞ്ചാവൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനങ്ങനെ ഡിഗ്രി അവസാന വർഷം കോട്ടയം NSS കോപ്പറേറ്റീവ് കോളേജിൽ ഡിഗ്രി അവസാന വർഷം പഠിക്കുന്ന BComന്റെ അവസാന വർഷം പഠിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നത്. ആ സമയത്തൊക്കെ അത്യാവശ്യം ലഹരിയുടെ നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അത്യാവശ്യം ചെറിയ ഉഴപ്പിലേക്കും ചെറിയ അങ്ങനെ അടാപിടി കേസിലേക്ക് അങ്ങനെ എത്തപ്പെടുവാനിടയായി തീർന്നു. കൂട്ടുകാരുടെ കൂടി ചെറിയ പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ടു. ഒരു ദിവസം ഞാൻ ആ സമയത്ത് അല്പമായി കായിക അഭ്യാസം പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്തൊരു നെടുങ്കുന്നം ഫൊറോന പള്ളി എന്ന് പറഞ്ഞൊരു കത്തോലിക്ക പള്ളി ഉണ്ടായിരുന്നു. അവിടെ വളരെ പ്രസിദ്ധമായ പെരുന്നാൾ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഡിസംബർ മാസത്തില് എൻ്റെ കൂട്ടുകാരൻ്റെ സ്നേഹിതന്മാരും അവരുടെ സഹോദരിമാരെല്ലാം കൂടി നെടുങ്കമ്പള്ളി പെരുന്നാളിന് പോയ സമയത്ത് എൻ്റെ കൂടെയുള്ള ഒരു സ്നേഹിതന്റെ സഹോദരിമാരെ അവിടെയുള്ള കുറച്ച് പേര് കമന്റ് ചെയ്യുവാനും അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടാകാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങൾ വേറൊരു സൈഡിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഞാനിങ്ങനെ ഈ അഭ്യാസമൊക്കെ പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുക്കിലേക്ക് കുറച്ച് ആളെ പറഞ്ഞു വിട്ടു. സജിനെ വിളിച്ചുകൊണ്ട് വരാം. എൻ്റെ വീട്ടിലെ പേര് സജി എന്നാണ്. സജിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എന്നോട് വന്ന് ഇങ്ങനെ വിവരം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ പെരുന്നാളിന്റെ അന്ന് ബാല അവിടെ നടക്കുന്നുണ്ട്. ബാല കഴിഞ്ഞ് ഇവരെ ഈ കമ്മറ്റടിച്ച സഹോദരന്മാരെ അന്ന് പേടിപ്പിക്കണൊക്കെ ഉദ്ദേശിച്ചു. ഈ ബാല കഴിഞ്ഞ് അവർക്ക് വേണ്ടി ഞങ്ങൾ താഴെ ഒരു ചർച്ചിന്റെ ഒരു വലിയൊരു നടയുണ്ട്, അവിടെ ഞങ്ങൾ മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇവരൊരു 10-15 അംഗങ്ങളുമായിട്ട് അവരുടെ കുട്ടികളോട് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങള്, സഹോദരിമാര്, അവർ 5-8 സഹോദരന്മാരെല്ലാം കൂടി അവിടെ വരുന്ന വഴിക്ക് ഞങ്ങൾ ചോദ്യം ചെയ്യുകയും വലിയ അടിപിടി ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഒരു പിതാവിനെ, ഞാൻ പറഞ്ഞ കമ്പനി അടിച്ച സഹോദരിമാരുടെ പിതാവിനെ അവിടെ കൂടെയുള്ള ഒരു സഹോദരൻ കുത്താൻ ഇടയായി തീർന്നു. ആ സമയത്ത് ദൈവകൃപയാൽ ഞാനാണ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് രക്ഷിച്ചെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് ഞാനൊരു ചെറിയൊരു ഏത് വിഷയത്തിനും പിന്നെ അങ്ങനെ ഒരു ഇത് ഉണ്ടായപ്പോൾ ഏത് വിഷയം വന്നാലും എന്നെ അവര് പല കാര്യങ്ങളിലേക്ക്
വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ നിലയിൽ കൂടി വലിയ ഉഴപ്പിൽ കൂടി മുന്നോട്ട് പോവുകയായിരുന്നു. വീട്ടുകാരെയും അപ്പനെയും അമ്മയും അനുസരിക്കാതെ കുറച്ചു നാൾ മുന്നോട്ട് പോയി. എന്റെ പിതാവിന് അല്പമായ മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകത്തക്ക നിലയിൽ ഞാൻ ദേശത്തും പ്രവർത്തിക്കാൻ തുടങ്ങി. എന്റെ പിതാവ് ഒരു മാന്യനായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ തല കുനിക്കത്തക്കെന്നുള്ളതായ ചില പ്രതിസന്ധികൾ ഞാൻ ഉണ്ടാക്കുവാനിടയായി തീർന്നു. തുടർന്ന് പറയുന്ന എന്റെ സാക്ഷി, എനിക്ക് ആ സാക്ഷ്യത്തെ പുറത്തു പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അതോർത്ത് വേദനിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ആ സംഭവങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ എൻ്റെ നാട്ടിൽ ചില വിഷയങ്ങൾ ഉണ്ടായത് മുഖാന്തരം എനിക്ക് അവിടെ നിന്ന് മാറി താമസിക്കേണ്ട, ബന്ധുവീട്ടിൽ മാറി താമസിക്കേണ്ട ചില സാഹചര്യം ഉണ്ടായി. അങ്ങനെ നാട്ടിലും എൻ്റെ സ്നേഹിതന്മാരിൽ എനിക്ക് ഒറ്റപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടായി. നാട്ടിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു. എൻ്റെ പിതാവിനെയും എൻ്റെ മാതാവിൻ്റെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അതൊരു വേദന ഉണ്ടാക്കുവാനിടയായി തീർന്നു. എൻ്റെ സൗകര്യം പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലുള്ളതായ ചില പ്രതിസന്ധികൾ ഉണ്ടായി. ആ സമയത്ത് ഞാൻ ഒന്നുകൂടെ ഈ മദ്യത്തിലേക്കും ഈ ചെറിയ ചെറിയ ഈ ലഹരി പദാർത്ഥത്തിലേക്കും കൂടുതലായി ഞാൻ അതിലേക്ക് ആകർഷിക്കുവാനും അതിനെ ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. എനിക്ക് പെട്ടെന്ന് സമാധാനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ സമയം ഞാൻ ഡിഗ്രി ഫൈനൽ പഠിക്കുന്ന സമയമാണ്. എൻ്റെ വിദ്യാഭ്യാസവും പിന്നെ കോളേജിൽ പോകാൻ പറ്റാത്ത നിലയിൽ എന്നെ ഫോളോ ചെയ്ത് ചില ആൾക്കാർ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോളേജിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ എൻ്റെ ബന്ധുവീട്ടിലാണ് അപ്പോൾ താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ആർമി റിക്രൂട്ട്മെന്റ് ട്രിവാൻഡ്രത്ത് നടക്കുകയാണ്. അപ്പം എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠന്റെ മകനും എന്നെ ആയിട്ട് എൻ്റെ പിതാവ് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. കാരണം അതൊരു പട്ടാളത്തിലുള്ള ഒരു മേജറിന്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ ആദ്യം താല്പര്യപ്പെട്ടില്ല. കാരണം എൻ്റെ ഈ കാല് ഫ്ലാറ്റ് ഫുട്ടാണ്, എന്നാൽ പരന്ന പാദമാണ് എനിക്കുള്ളത്. പട്ടാളത്തിൽ അങ്ങനെയുള്ളവരെ എടുക്കത്തില്ലെന്നുള്ളൊരു ശ്രുതി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആദ്യം താല്പര്യപ്പെട്ടില്ല. എങ്കിലും എൻ്റെ പിതാവിനോട് അവർ പറഞ്ഞെങ്ങനെയാണ്, അല്പം പൈസ കൊടുത്താൽ മതി, ആ കാര്യം സോൾവ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോകുന്നത്. അവിടെ ചെന്നു ഞങ്ങൾക്ക് ഒരു കവലിയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു മാസത്തോളം ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഈ റിട്ടേൺ ടെസ്റ്റിന് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ റിക്രൂട്ട് നടക്കുന്ന ആ ഗ്രൗണ്ടിൽ തന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം ഓടാനും ചാടാനുള്ളതായി പ്രാക്ടീസ് നൽകി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്നായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ ഭയങ്കര ഉഴപ്പാണ്. ആ സമയത്ത് നന്നായിട്ട് ഉഴപ്പി, ഞാൻ എല്ലാ നിലയിലും ഉഴപ്പി. അപ്പം ഈ റിക്രൂട്ട് സമയം വന്നു. അന്ന് ഫിസിക്കൽ ടെസ്റ്റിൽ ഞാൻ ഫസ്റ്റ് എത്തി. ഓട്ടത്തിലും മറ്റുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒന്നാമതെത്തി എക്സലന്റ് ആകുവാനിടയായി തീർന്നു. റിട്ടേൺ ടെസ്റ്റും അത് പാസ്സായി. കാരണം അന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അല്പമായി അതിൻ്റെതായ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ട് റിട്ടേൺ ടെസ്റ്റിനും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ മെഡിക്കൽ വന്നപ്പോഴത്തേക്കിനും ഈ ഒരു വിഷയം, കാരണം കാല് വെള്ളത്തിൽ ചവിട്ടിയിട്ട് അത് ഉണങ്ങിയ ഈ പ്രതലത്തിൽ കൂടെ നടക്കണം. അങ്ങനെ നടന്നപ്പോൾ എൻ്റെ കാൽ കണ്ടവാന് ഫ്ലാറ്റായി ഇങ്ങനെ പരന്ന് കിടന്നു. അത് അവർ റിമാർക്കായി. അപ്പോൾ എന്നോട് പറഞ്ഞ് മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കിനും ഡോക്ടർ പറഞ്ഞത് ഒരു ചെരുപ്പ് എനിക്ക് അദ്ദേഹം നിർദ്ദേശിച്ചു. ഈ ചെരുപ്പ് ഉപയോഗിച്ച് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത റിക്രൂട്ട്മെന്റ് വരാൻ പറഞ്ഞു. അതെനിക്ക് വലിയ നിരാശയായിരുന്നു. എൻ്റെ കൂടെയുള്ള എൻ്റെ ജ്യേഷ്ഠന്റെ മകന് അദ്ദേഹത്തിന് ഇത് ലഭിച്ചു. അദ്ദേഹം സെലക്റ്റീവായി. ഞാൻ ആഹാഞ്ഞപ്പോൾ എനിക്ക് വലിയ നിരാശയുണ്ടായി. പിന്നെ അങ്ങനെയുള്ള നിരാശയിലും പിന്നെ തുടർന്ന് വന്ന് എൻ്റെ പഠനം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പരീക്ഷയുടെ ഏകദേശ സമയത്തോടനുബന്ധിച്ച ഞാൻ ഈ റിക്രൂട്ടിന് പോയത്. പിന്നെ എനിക്ക് പഠനവും പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ബികോം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും ലാസ്റ്റ് ഇയറിലെ എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ല. അങ്ങനെ ആകപ്പാടെ ഒന്നുകൂടെ ഉഴപ്പിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് പലവിധമായ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ MLM ബിസിനസ്, മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുവാനിടയായി തീർന്നു. ആ സമയത്തൊക്കെ നല്ല ഉഴപ്പാണ്. വീട്ടിൽ പൈസ ഒന്നും കൊടുക്കത്തില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ലഹരി ഉപയോഗിക്കുവാനും മദ്യമൊക്കെ ഉപയോഗിക്കണം. വൈകുന്നേരം ഇതെല്ലാം കഴിഞ്ഞ് വന്ന് പൈസ കൂട്ടുകാർ കൂടി ഞങ്ങൾ ഇങ്ങനെ മദ്യം ഉപയോഗിക്കുകയും ലഹരി ഉപയോഗിക്കുകയും അങ്ങനെ ഉഴപ്പിൽ കൂടി മുന്നോട്ട് കടന്നുപോയി. തുടർന്നുള്ള സാഹചര്യത്തിൽ അങ്ങനെ സമയത്താണ് ഞാൻ
കർത്താവിനെ അറിയുവാനിടയായി തീർന്നത്. കാരണം എനിക്ക് ആ സമയത്തൊന്ന് ഈ ഇങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ, ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്നൊരു ശൂന്യത എനിക്ക് അനുഭവപ്പെടാൻ ഇടയായി തീർന്നു. അപ്പോഴത്തേക്കിനും ആ, ഞാൻ മുന്നോട്ട് അങ്ങനെ വീണ്ടും ഇത് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എന്നെ ഒരു 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 ദിവസം ഞാൻ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച സമയത്ത് ഛർദ്ദിക്കുവാനിടയായി തീർന്നു. ഛർദ്ദിച്ച സമയത്ത് ചെറിയൊരു ബ്ലഡ് പോലെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ബ്ലഡ് ഞാൻ തുപ്പി. പിന്നെ എൻ്റെ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങി. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തിട്ടൊന്നും പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല. ശരീരം അങ്ങനെ പതിയെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഞാൻ ഇതൊന്നും ഉപേക്ഷിച്ചില്ല. ഇത് നിരന്തരമായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നിരന്തരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് അധികമായ നിരാശ, ഈ ശരീരത്തിന്റെ ക്ഷീണവും ഒക്കെ കയറി വന്നപ്പോഴത്തേക്കിനും ആകെപ്പാടെ ഒരു വല്ലാത്ത നിരാശ എന്നെ ബാധിക്കാനിടയായി തീർന്നു. എനിക്ക് വീട്ടിൽ പോകണമെന്നില്ല. കൂട്ടുകാരോട് കൂടിയിട്ടും മദ്യം കഴിച്ചിട്ടും എനിക്ക് പഴയതുപോലെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. ആകെപ്പാടെ മനസ്സിന് വല്ലാത്തൊരു ശൂന്യത. ഒരിടത്ത് മദ്യം കഴിച്ചിട്ടും പുക വലിച്ചിട്ടും അത്യാവശ്യം കഞ്ചാവ് ഉപയോഗിച്ചിട്ടും എനിക്ക് യഥാർത്ഥമായി സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആഗ്രഹിച്ച സന്തോഷം ലഭിക്കുന്നില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇങ്ങനെ സമാധാനമില്ലാതെ എന്തിനാ ജീവിക്കുന്നത്? എൻ്റെ വീട്ടിലും നാട്ടുകാർക്കും പലവേദന എന്തിനാ ജീവിക്കുന്നത്? മരിച്ചു കളയാവുന്നുള്ള തീരുമാനമെടുത്തു. ഞാൻ കോട്ടയം റെയിൽവേ ട്രാക്കില് അവിടെ ഒരു വലിയൊരു പാലമുണ്ട്. അതിന്റെ അടിയിൽ പോയി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം സമാധാനം നഷ്ടപ്പെട്ടു പോയി. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ട്രെയിൻ വരുന്നത് വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വീട്ടുകാരെ കുറിച്ചൊരു ഓർമ്മ പെട്ടെന്ന് ആരോ എൻ്റെ ഹൃദയം പറയുന്നത്, നിന്നെ സ്നേഹിക്കുന്ന അപ്പനും അമ്മയും ഒരു സഹോദരി നിനക്കുണ്ട്, നീ എന്തിനാ മരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കുവാനിടയായി തീർന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരി എന്നെ വളരെ, ഒരു മകനായതുകൊണ്ട് വളരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഓർത്തു, എന്തിനാ ഞാൻ മരിക്കുന്നത്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. എന്തിനാ മരിക്കത്തക്ക കാരണമൊന്നുമില്ലല്ലോ, എന്തിനാ മരിക്കുന്നേ? ഈ സംസാരം എൻ്റെ ഹൃദയം ആരും ഇങ്ങനെ സംസാരിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി തീർന്നു. തുടർന്ന് ഈ ശബ്ദം എന്നോട് പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന യേശുവാണ്. എനിക്ക് നിന്റെ പ്രശ്നങ്ങളെ സൗഖ്യമാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ പറ്റും എന്ന് ആരോ പറയുന്ന പോലെ. അപ്പൊ ഞാൻ ഈ ശബ്ദം ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ ആന്തരിക ശബ്ദത്തെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ അങ്ങ് കടന്നുപോയി. ഞാൻ ചാടാനിരുന്ന ട്രെയിൻ കടന്നുപോയി. അതിന്റെ ലാസ്റ്റ് ബോയ് കടന്നു പോകുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ മരിക്കാൻ വന്ന, അല്ലെങ്കിൽ ട്രെയിൻ അടിച്ചാകാൻ വന്ന ആളാണല്ലോ, എന്തുകൊണ്ട് ഞാൻ ചാടിയില്ല? കാരണം തുടർന്ന് എനിക്ക് മരിക്കണ ടെൻഡൻസി മാറിപ്പോയി. കാരണം എനിക്ക് ഉള്ളിൽ എന്തോ ഒരു സമാധാനം, ഞാൻ ആഗ്രഹിച്ചതാ, അല്ലെങ്കിൽ എന്തോ ഒരു വല്ലാത്തൊരു സ്വാന്തത അല്ലെങ്കിൽ സമാധാനം എനിക്ക് അനുഭവപ്പെടുവാനിടയായി തീർന്നു. ഞാൻ ഈ പോകുന്ന സമയത്തൊക്കെ പൈസ എല്ലാം അടിച്ചു തീർത്തിട്ടാണ്, കാരണം എല്ലാം കൊണ്ടും അടിച്ചു തീർത്തിട്ടാ പോകുന്നത്. എനിക്ക് പിന്നെ മരിക്കണം എന്നുള്ള തോന്നൽ മാറി. ആരോ എന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ കടന്നു വന്നു. റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇങ്ങനെ ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇരിക്കുന്ന തൊട്ട് താഴെ ഒരു ട്രാക്ട് കണ്ടു. ആ ട്രാക്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തു സകലത്തിനും മതിയായ ദൈവം. ഈ ട്രാക്ട് ഞാൻ എടുത്ത് വായിച്ചു. പെട്ടെന്ന് അധികം ഒന്നും എനിക്ക് മനസ്സിലായില്ല എങ്കിലും അതെന്തോ ആ വചനം എന്നെ ആശ്വസിപ്പിക്കുവാനും എന്നെ സഹായിക്കാൻ യേശുവിന് പറ്റുമെന്നൊരു തോന്നൽ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ആ ചെളി പിടിച്ച ട്രാക്ട് ഞാൻ എടുത്തു. എന്നെ നേരത്തെ ഞാൻ കോട്ടയത്തെ ബസ്സിന് അങ്ങനെ കോളേജിലേക്ക് വരുന്നത് കൊണ്ട് എന്നെ പരിചയമുള്ള കണ്ടക്ടർ ഞങ്ങളുടെ വീടിന്റെ പടിക്ക് വരെ കൊണ്ട് പൈസ ഇല്ലാതെ എന്നെ ഇറക്കി കൊടുവാനിടയായി തീർന്നു. ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ആകെപ്പാടെ എന്നിട്ട് ഒരു യഥാർത്ഥമായ, തുടർന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ ആ പഴയ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായി. വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും വീണ്ടും പഴയ ആ നിരാശ എന്നെ ബാധിച്ചു. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരിയും എൻ്റെ മാതാവും ചമ്പക്കര, കറച്ചാലി ചമ്പക്കര എന്നുള്ള സ്ഥലത്ത് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, മാത്യു പാസ്റ്റർ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അവിടെ എല്ലാ വ്യാഴാഴ്ചകളും പ്രയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ കൂട്ടായ്മയിൽ കൊണ്ടുപോകാനിടയായി തീർന്നു. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒത്തിരി ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, നല്ല ആരാധനയൊക്കെയാണ്. പക്ഷെ അന്നൊന്നും എന്നെ അത് ശ്രദ്ധിച്ചില്ല. എല്ലാം കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ ജിത്തു എന്നും അവിടെ ഒരു മുസ്ലിം സഹോദരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ആ രണ്ട് സഹോദരന്മാരുണ്ട്. ഇവര് അനുഭവസാക്ഷ്യം പറഞ്ഞു.
അപ്പൊ ഞാൻ ഇവരെയാണ് ശ്രദ്ധിച്ചത്. കാരണം ഞാൻ നോക്കുമ്പോൾ ഇവരുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമോ എന്തോ, അവരെന്തോ ഭയങ്കര ആനന്ദത്തിലാണ് ഒരു തോന്നൽ എനിക്കുണ്ടായി. ഞാനും ആഗ്രഹിച്ചു, ദൈവമേ ഇവരുടെ സന്തോഷിക്കുന്നതിൽ എനിക്കും ആ സന്തോഷം ലഭിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാനും ചിന്തിക്കാനിടയായി തീർന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ആ മീറ്റിങ്ങിനിടയ്ക്ക് തന്നെ ആ പാസ്റ്റർ എന്നോട് ഒത്തിരി പ്രവചനത്തിൽ കൂടി ഒത്തിരി ആലോചന പറഞ്ഞെങ്കിലും ആലോചന ഒന്നും എന്നേക്ക് അത്രത്തോളം എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നെ ഫീൽ ചെയ്ത് ഈ സഹോദരന്മാരുടെ സാക്ഷ്യങ്ങളും, അല്ലെങ്കിൽ ലാസ്റ്റ് ഇവർ വന്നതിന് ശേഷം ലാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ചായയും ബ്രെഡും എല്ലാ ആഴ്ചയിലും കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കും. ഈ സഹോദരന്മാരുടെ അടുക്ക് വന്ന് അവരുടെ സാക്ഷ്യങ്ങളും അവരെ ദൈവം വിടുവിച്ച കാര്യങ്ങൾ, അവർക്ക് ദൈവഭാഗത്തേക്ക് വന്ന കാര്യങ്ങളൊക്കെ പറയുവാനിടയായി തീർന്നു. അത് എന്നെ അല്പമായി ആശ്വസിപ്പിക്കുവാനും എനിക്കും ഇവരെ പോലെ ഒക്കെ സന്തോഷിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകാനിടയായി തീർന്നു. അങ്ങനെ എല്ലാ വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്കിനും എനിക്കിങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് പോകണം എന്നുള്ള ചിന്താഗതി ഉണ്ടായി. അങ്ങനെ ആ പാസ്റ്റർ ഞങ്ങളുടെ അടുത്തും ഒരു കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നു. അവിടെ ആഴ്ചതോറും ഒരു പ്രാർത്ഥന ക്രമീകരിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഞാനും ഇടയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. ആ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ വലിയ ചരടുണ്ട്, ഇങ്ങനെ കഴുത്തിലെ പുലിനാഹമൊക്കെ ഉണ്ട്. ഞാനൊരു ചട്ടമ്പി പോലുള്ള ഒരു രൂപഭാവമൊക്കെ ആയിരുന്നു. തലമുടിയൊക്കെ പുറകിലൊക്കെ വളർത്തി അങ്ങനെയുള്ള ഒരു സ്റ്റൈലായിരുന്നു. ഇതൊന്നും ഞാൻ മാറ്റുന്നില്ല. അപ്പം പാസ്റ്റർ പറഞ്ഞ്, സഹോദര ഇതൊക്കെ കളയണം എന്നൊക്കെ എന്നോട് പറയാനിടയായി തീർന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഇതെല്ലാം ഊരി മാറ്റും, പിന്നെ ഞാനിത് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. അതിനുശേഷം ഞാനിങ്ങനെ തുടർന്നും ചെറിയ ജോലിക്കൊക്കെ പോകുവാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഈ MLM ബിസിനസ് തന്നെയാണ്. തൊടുപുഴ സൈഡിലാണ് ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ബൈബിൾ കോളേജിൽ പോകാൻ ഒരു അവസരം ഉണ്ടായി. ഞങ്ങളുടെ അടുത്തൊരു ബന്ധുവായ പാസ്റ്റർ രാജസ്ഥാൻ, അദ്ദേഹം കർത്താവിന്റെ വേല ചെയ്തു. അദ്ദേഹം ഗ്രേസ് ബൈബിൾ കോളേജാണ് പഠിച്ചത്. അപ്പൊ അദ്ദേഹം എന്നെ ഒരു ദിവസം കാണുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഇങ്ങനെ പോയപ്പോൾ പോകത്തില്ല, നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, കർത്താവിന്റെ വേലയ്ക്ക് നിന്നെ കണ്ടിരിക്കുന്നതായി പറയുവാനിടയായി തീർന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് താല്പര്യമെങ്കിൽ ഞാൻ പഠിച്ച ബൈബിൾ കോളേജ് നിന്നെ വിടാമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് അതിന്റെ പ്രോസ്പെക്ടസ് ഒക്കെ എനിക്ക് അടച്ചു തരുവാനിടയായി തീർന്നു. ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജ് പോകാനുള്ള തീരുമാനമെടുത്തു. എൻ്റെ വീട്ടിൽ പറഞ്ഞു, എൻ്റെ പിതാവ് സമ്മതിച്ചില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് അങ്ങനെ താല്പര്യമാണെങ്കിൽ, അന്ന് ഞങ്ങൾ CMS ആംഗ്ലിക്കൻ ചർച്ചിലാണല്ലോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ താല്പര്യമാണെങ്കിൽ ഞാൻ നമ്മുടെ ബിഷപ്പിനോട് പറയാം. കാരണം ബിഷപ്പും ഫാദറുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നത്. അതേ തുടർന്ന് നമുക്ക് സൈക്കന്ദരാബാദിൽ ഒരു കോളേജ് ഉണ്ട്, നമുക്കൊരു CMSന്റെ ഒരു കോളേജ് ഉണ്ട്, സെമിനാരി ഉണ്ട്, അവിടെ പോയി നിന്നെ അച്ചമ്പട്ടം പഠിപ്പിക്കാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് സമ്മതിച്ചില്ല. ഞാൻ ഇന്ന് ഗ്രേസിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തു. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന്, കാരണം എങ്ങനെ പോകണമെന്ന് എനിക്കറിയാം. കാരണം എന്നെ ആ സമയത്ത് സഹായിപ്പാൻ വേറെ ആരും ഇല്ലായിരുന്നു. ആ പാസ് എങ്ങനെ പ്രോസ്പെക്ടസ് അയച്ചു തന്നല്ലാതെ പിന്നെ അദ്ദേഹത്തെ കൂടി ഫോണൊന്നും സജീവമല്ലാത്തൊരു സാഹചര്യമായിരുന്നു. എങ്കിലും അദ്ദേഹം എന്നോട് അന്ന് കണ്ട് പറഞ്ഞതായ എൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഗ്രേസിലേക്ക് പോകാൻ കുറെ പുസ്തകവും കുറെ ഡ്രസ്സും ഒക്കെ ആയിട്ട് ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഹരിയാനയ്ക്ക് പോകാനുള്ളതായ ട്രെയിൻ കയറാൻ നിൽക്കുകയാണ്. എറണാകുളം വരെ ഞാൻ വന്നു. എറണാകുളം വന്നിട്ട് എൻ്റെ കുറച്ച് പുസ്തകങ്ങളുണ്ട്, ഡ്രസ്സുകളൊക്കെ ഉണ്ട്. എറണാകുളം വരെ വന്നു. പിന്നീട് എങ്ങനെയാ ഹരിയാനയ്ക്ക് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ കയ്യിലുള്ള പൈസയും തീർന്നു. 150 രൂപ എൻ്റെ കയ്യിലുള്ളൂ. എങ്ങനെ പോകണം എന്ന് അറിയത്തില്ല. അവിടെ വന്നതിന് ശേഷം ആകെപ്പാടെ മനസ്സിലാത്ത ഭാരമായി. എനിക്ക് കള്ളവണ്ടി കയറി പോകാനൊക്കെ കാരണം ഈ പൈസ കൊണ്ട് തികയത്തില്ല. കള്ളവണ്ടി കയറി പോകാനൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി. എങ്കിലും അത് ശരിയല്ലെന്ന് മനസ്സിൽ തോന്നിയത് കൊണ്ട് അത് ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ ഉള്ള പൈസ കൊണ്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ലാസ്റ്റ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് കൊണ്ട് 20 രൂപ കണ്ടാണ്. അതുകൊണ്ട് ഇത് എത്തുന്നിടം വരെ ബസ്സിന് കയറി, ഇത് എത്തുന്നിടം വരെ ഉള്ള ടിക്കറ്റ് എന്നെ ഇറക്കണം എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറി വരാനായിത്തീർന്നു. ഞാൻ അങ്ങനെ ചെല്ലുന്നത് കർണാടകത്ത് വൈറ്റില എന്ന സ്ഥലത്താണ്. അവിടെ ചെന്ന ഒരു ദ്വീപിൽ കയറി. അന്നും എൻ്റെ കുറെ ട്രാക്റ്റ് ഉണ്ട്. അവിടെ ഒരു ദ്വീപ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കയറി ട്രാക്റ്റ് കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു TPMന്റെ ബൈബിൾ കോളേജ് കണ്ടു.
അപ്പം ഞാൻ അവിടെ കയറി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ബൈബിൾ പഠിക്കും, ഞാൻ ഇങ്ങനെ ഹരിയാനയ്ക്ക് പോകാൻ ഇറങ്ങിയതാണ്, എനിക്ക് പോകാൻ പറ്റിയില്ല, ഒരറിവില്ലാതെ ഇറങ്ങിയതാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല, എനിക്കെങ്കിലും ബൈബിൾ പഠിക്കണം, കർത്താവിന്റെ വേല ചെയ്യണം ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതേ എന്നോട് പറഞ്ഞ്, അവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞ്, സഹോദരൻ ആദ്യം ദൈവവിളി ഒന്ന് അറിയാൻ പറഞ്ഞു, ദൈവവിളി തന്നെ എന്നെ തന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന് ആദ്യം ഒന്ന് അറിയാൻ പറഞ്ഞു, ദൈവഹിതം അറിയാൻ പറഞ്ഞു. ഇപ്പോൾ മാതാപിതാക്കൾ പോയി കീഴടങ്ങിയിരിക്കാൻ എന്നോട് പറഞ്ഞു. അത് പിന്നെ ആകപ്പാടെ നിരാശപ്പെടുത്തി. പിന്നെ എങ്ങനെയോ ഞാൻ എൻ്റെ അമ്മ മല്ലപ്പള്ളിക്കടുത്തുള്ള എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ വന്നു. ഞാൻ അവിടെ വന്നെന്ന് അറിഞ്ഞ എൻ്റെ അമ്മ അവിടെ വരുവാനിടയായി തീർന്നു. അന്ന് ആ സമയത്ത് അവിടുത്തെ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ ജോയി എന്ന് പറയുന്ന സഹോദരൻ ഈ കൊറ്റംകുടിക്കടുത്തുള്ള AC ചർച്ചിന്റെ ഒരു ബൈബിൾ കോളേജ് അവർ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. അടുത്ത ദിവസമാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ ഞാനും അങ്ങോട്ട് പോകാൻ തീരുമാനമെടുത്തു. അദ്ദേഹത്തിന്റെ കൂടെ അവിടെ പോയി 1 വർഷത്തെ കോഴ്സ് പഠിച്ചു. 1 വർഷത്തെ കോഴ്സ് പഠിച്ചതിന് ശേഷം അവിടെ കോഴ്സ് എനിക്ക് അവിടെയും പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് എൻ്റെ പിതാവുമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല. അപ്പൊ എൻ്റെ പിതാവുമായിട്ട് കോണ്ടാക്ട് ഇല്ല സമയത്ത് എൻ്റെ അമ്മയെ എൻ്റെ പിതാവ് പറഞ്ഞു വിട്ടു. ബിഷപ്പ് ഞാനിങ്ങനെ അച്ഛൻ അറിഞ്ഞു ഞാൻ ഇങ്ങനെ ബൈബിൾ കോളേജ് പഠിക്കാൻ പോയത്, അമ്മ മുഖാന്തരം അറിഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു വിട്ട് ഒരു ലെറ്റർ കൊടുത്തു വിട്ടു. ആ ലെറ്റർ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സജിമോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പിതാവ് എനിക്ക് ലെറ്റർ അയച്ചു വിട്ടു. നമ്മുടെ സിയോൻ വട്ടപ്പാറ ആർച്ച് ബിഷപ്പ് ഇങ്ങനെ എന്നോട് കാര്യം പറഞ്ഞു, നമ്മുടെ സിക്കന്ദരാബാദ് സെമിനാരി ഉണ്ടല്ലോ, നീ അവിടെ വന്ന് അച്ചംപട്ടം പഠിക്കുക, അച്ചംപട്ടം പഠിച്ചു കഴിഞ്ഞാൽ നിന്നെ അമേരിക്കയിൽ കൊണ്ടുവന്ന് അതിനൊരു ഓഫർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ എത്രയും വേഗത്തിൽ അമ്മയുടെ ഈ ലെറ്റർ കൊടുത്തു വിടുന്നുണ്ട്, അമ്മയുടെ കൂടെ വരണമെന്ന് പറഞ്ഞു. എൻ്റെ പിതാവ് അങ്ങനെ അമ്മയെ പറഞ്ഞു വിടുവാനിടയായി തീർന്നു. അമ്മ എന്നോട് പറഞ്ഞു, അച്ഛനാകെപ്പാടെ വലിയ വിഷയമാണ്, അമ്മ മുഖാന്തരമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞു. അമ്മയോടൊക്കെ ഭയങ്കര ദേഷ്യമൊക്കെയാണെന്നൊക്കെ അമ്മ പറയുവാനിടയായി തീർന്നു. എങ്കിലും ഞാൻ പോയില്ല. ഞാൻ അമേരിക്കയൊന്നും പോകുന്നില്ല, ദൈവം എന്നെ അയക്കുന്നിടത്ത് എനിക്ക് വടക്കേണ്ടിക്ക് പോകണമെന്നാണ് വലിയ താല്പര്യം. അപ്പം ഞാൻ പോയില്ല, ഞാൻ അവിടെ നിന്നു. എങ്കിലും അവിടെ കോഴ്സ് പൂർത്തീകരിക്കാൻ പറ്റാത്ത നിലയിലുള്ള ചില പ്രതിസന്ധി എനിക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു. ആദ്യം ഞാൻ അന്ന് ഞങ്ങളുടെ ക്ലാസ് ലീഡർ ആയിരുന്നു. അന്ന് ഞങ്ങൾ മിങ്കിളായിട്ടാണ് പഠിക്കുന്നത്, ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട്, ഞങ്ങളൊരു 10-30 കുട്ടികളെ ഉള്ളു അവിടെ. അപ്പം അന്ന് അവിടുത്തെ ആ ബൈബിൾ കോളേജ് ഉപവാസ പ്രാർത്ഥന നടന്ന സമയത്ത് ഫസ്റ്റ് ദിവസം വന്നത് ഒരു ചിറ്റാലൊരു പാസ്റ്ററാണ് വന്നത്. അദ്ദേഹം എന്നോട് ആലോചന പറഞ്ഞു, ഒരു പരീക്ഷയുടെ മുമ്പിൽ കൂടി സഹോദരൻ ഒരു പരീക്ഷ അതിജീവിക്കേണ്ടത് ആവശ്യമാണ്, എന്നാൽ ദൈവം നിന്നെ അത്ഭുതമായി മാനിക്കും, നിന്നെ പല സ്ഥലങ്ങളിൽ അയക്കും, അദ്ദേഹം ഒത്തിരി ആലോചന പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, കാരണം ദൈവം വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു, അത്യാവശ്യം കുഴപ്പമില്ല, സ്കൂളിലെ ലീഡറാണ്, ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോവുകയാണ്. ഈ പരീക്ഷ എന്താ പരീക്ഷ എന്നൊക്കെയുള്ള നിലയിൽ ഞാൻ അത് അത്രത്തോളം ഗൗനിച്ചില്ല. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ജീവിതത്തെ ആകപ്പാടെ ശുശ്രൂഷ തന്നെ, അല്ലെങ്കിൽ തുടർന്ന് വചനം പഠിക്കാത്ത നിലയുള്ളതായ ഒരു പ്രതിസന്ധി എനിക്കുണ്ടായി. അതും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതുവരെ എന്നെ ഉണ്ടായിരുന്ന ആ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകത്തക്ക നിന്നുള്ളതായ ഒരു പ്രതിസന്ധി എനിക്കുണ്ടാകുന്നിടയെ തീർന്നു. പിന്നീട് ഞാൻ ബൈബിൾ കോളേജ് വരുന്ന സമയത്തൊക്കെ പിന്നെ അതിനുശേഷം അങ്ങനെ അത് ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ഞാൻ ഒരാഴ്ച എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ വന്ന് താമസിച്ചു. പിന്നെ ബൈബിൾ കോളേജ് വരുന്ന സമയത്ത് ഞാൻ അല്പം വീണ്ടും സിഗരറ്റും പിന്നെ നാക്കിനടി വെക്കുന്ന പാൻപരമൊക്കെ ആയിട്ടാണ് വരുന്നത്. ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്തും ആരും അറിയാതെ ഞാൻ ഈ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു. എന്നിട്ട് അന്യഭാഷ പറയുന്നവരെ കളിയാക്കുമായിരുന്നു. ഞങ്ങൾ ബാക്കിൽ ഞങ്ങൾ അന്നുള്ള സഹോദരനുണ്ട്, അന്യഭാഷ പറഞ്ഞ കളിയാക്കി ഞങ്ങൾ ഇങ്ങനെ അതൊരു പിന്നെ അങ്ങനെ ഒരു ലൈഫിൽ കൂടെ പോയി. തുടർന്ന് അവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ പൂർത്തിയാക്കാതെ പരീക്ഷ എഴുതിയില്ല, കോഴ്സ് മാത്രം കഴിഞ്ഞതിന് ശേഷം എക്സാം എഴുതാതെ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ആദ്യം പോയ പാസ്റ്റർ മത്തി പാസ്റ്റർ എന്ന അദ്ദേഹം ഞങ്ങളുടെ വീടിനടുത്ത് ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ അദ്ദേഹം ഒരു വീട് വാടകയ്ക്കടുത്ത് അവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ദേവാസനെ വീണ്ടും കാണുവാനും അദ്ദേഹത്തിന്റെ കൂടെ പോകുവാനും ഇടയത്തിന് അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ഈ വിഷയമെല്ലാം പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി,
ഞാൻ ആകെപ്പാടെ നിരാശയിലാണ്. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പം പഴയൊരു ആത്മീകമായ ഒരു ഇതുണ്ടാകുന്നില്ല, താല്പര്യം ഉണ്ടാകുന്നില്ല. ഞാൻ ആകെപ്പാടെ നിരാശയിലാണെന്നൊക്കെ അദ്ദേഹത്തിനോട് പറയാനിടയായി തീർന്നു. അത് എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കെയർ ഓഫ് അത് എന്നെ എബനേസർ ബൈബിൾ കോളേജ്, കടുത്തുരുത്തിയുള്ള IPCയുടെ എബനേസർ ബൈബിൾ കോളേജിൽ അത് എന്നെ വീണ്ടും കൊണ്ടുവിടുക, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ എന്നെ കൊണ്ടുവിടുവാനിടയായി തീർന്നു. ഞാൻ അവിടെ വീണ്ടും IPC എബനേസർ ബൈബിൾ കോളേജിൽ BTH പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏകദേശം 1 വർഷത്തോളം പഠിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് വീണ്ടും എന്നെ അവിടുന്ന് പിന്നെ ഫോൺ വിളിക്കാൻ, അപ്പൊ എൻ്റെ കോളേജിലേക്ക് എൻ്റെ കുറച്ചുനാള് യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. എൻ്റെ പിതാവ് എന്നെ ഫോൺ വിളിച്ചു എന്നോട് പറഞ്ഞ് അത്യാവശ്യമായിട്ട് നീ തിരുവല്ലായി വരണം. അപ്പൊ അച്ഛൻ്റെ ഓഫീസ് തിരുവല്ലയിലാണ്. അതിന്റെ ഡയറക്ടർ സൈമൺ ജോൺ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ എന്നോട് നീ സൈമൺ ജോൺ സാറിനെ കാണണം, നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പിതാവ് ഒത്തിരി ദേഷ്യപ്പെട്ടു, നീ കാരണം ഇപ്പൊ എനിക്ക് ശുശ്രൂഷയില്ല. അപ്പൊ എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ CMSൽ ഒരു ചർച്ച് വർക്കറും കൂടി ആയിരുന്നു, ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പെന്തക്കോസിലേക്ക് ഇങ്ങനെ പോകുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കിനും സഭ എനിക്ക് മുടക്കിലിട്ട് തന്നു എങ്കിലും ഞാൻ ഗവനിച്ചില്ല. പക്ഷെ എൻ്റെ പിതാവിന്റെ ശുശ്രൂഷയ്ക്ക് അതൊരു വെല്ലുവിളിയായിരുന്നു. മകനെ നേരെ നിർത്താൻ പറ്റാത്ത ആള് ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ശുശ്രൂഷ പോകുവാൻ ഇടയായി തീർന്നു. നീ മുഖാന്തരം എനിക്ക് പിന്നെ അച്ഛന് പിന്നെ ജോലി ഉണ്ടായതുകൊണ്ട് അത്രത്തോളം അച്ഛൻ അത് ഫീൽ ചെയ്തില്ല. എങ്കിലും ഞാൻ അനുസരിക്കാതെ വന്നപ്പോൾ അച്ഛന് ഭയങ്കരമായിട്ട് പിന്നെ ഫോണിൽ കൂടെ ദേഷ്യപ്പെട്ടു, നീ മുഖാന്തരം എൻ്റെ ശുശ്രൂഷ പോലും നഷ്ടപ്പെട്ടു. ഞാനിപ്പോ സഭയിൽ ഒരു വിശ്വാസി പോലെ ഇരിക്കുന്നത്. അപ്പം ജോലി ഉള്ളത് കൊണ്ട് മാത്രമേ ഞാൻ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന എന്നോട് പറയാനിടയായി. നീ ഇത് വന്നില്ലെങ്കിൽ, ഈ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുക ചെയ്യുന്നു എന്നോട് എൻ്റെ ഫാദർ പറയാനിടയായി തീർന്നു. ഏതായാലും മുന്നോട്ട് ലാസ്റ്റ് പറഞ്ഞ് അച്ഛൻ അത്രത്തോളം വളരെ താഴ്ന്നോട് പറഞ്ഞു, നീ ഒരു പ്രാവശ്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് സാറിനൊന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പോഴത്തേക്കിനും ഞാനിത് ഞങ്ങളുടെ അധ്യാപകരോട് പറഞ്ഞു. അപ്പം അന്ന് അവിടുത്തെ രജിസ്ട്രാർ ഷാലു സാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അതെന്ന് പറഞ്ഞു, ബ്രദറ് പോകില്ലെന്ന് പറഞ്ഞു, പോയി കഴിഞ്ഞത് വലിയൊരു കെണിയാകുമെന്ന് പറഞ്ഞു. കാരണം അച്ഛനോട് പറഞ്ഞത് UK ആൾക്കാർ വിടുന്നുണ്ട്. ഇപ്പം അച്ഛനൊക്കെ BPD സംഘടനയാണ്, ഇവിടുന്ന് 5 പേരെ UK വിടുന്നുണ്ട്, ഹയർ സ്റ്റഡിക്ക് വേണ്ടി വിടുന്നുണ്ട്. അപ്പൊ നിനക്കൊരു ചാൻസ് നമ്മുടെ സാറ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറെ 6 മാസം ട്രെയിനിങ് നമ്മുടെ ഓഫീസിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നീ അവിടെ വരണമെന്ന് പറഞ്ഞ് വിളിക്കുന്നേ. അപ്പൊ അവനോട് പറഞ്ഞു, അവിടെ പാസ്റ്റേഴ്സ് ഉണ്ട്, പെന്തക്കോസുകാരൊക്കെ ഉണ്ട്, നീ അവിടെ പോയി നീ പെന്തക്കോസ് എവിടെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. എങ്ങനെ ഇവിടുന്ന് കടന്ന് അവിടെ പോയി പെന്തക്കോസിന്റെ പൊക്കോളാൻ എന്നോട് പറഞ്ഞിരുന്നു. ഇതൊന്നും ഞാൻ ഇതെല്ലാം ആ ശാസ്ത്രം പറഞ്ഞു. എന്നോട് പറഞ്ഞു, ബ്രദറെ ഇത് നിങ്ങളെ കൊടുക്കാനുള്ള വലിയൊരു കെണിയാണ്, ഒരിക്കലും പോലെ. ഇപ്പൊ തന്നെ നിങ്ങൾ ഇത്ര വലിയൊരു പരീക്ഷ വന്നെങ്കിൽ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ഇംഗ്ലണ്ട് അല്ല, ഈ 5 വൻകരകളും ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതിനോട് ചാലിസാന്ന് പറഞ്ഞു. എങ്കിലും ഞാനത് കേട്ടില്ല. ഞാന് അച്ഛൻ പറഞ്ഞത് കേട്ട് ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് സൈമൺ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്നുള്ള നിലയിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഞാൻ ബാഗ് ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ ഡ്രസ്സൊന്നും ഒരു ഡ്രസ്സ് മാത്രം ധരിച്ചുകൊണ്ട് ഞാൻ തിരുവല്ലയ്ക്ക് വന്നു. തിരുവല്ല ഞാൻ വരുമ്പോൾ സൈമൺ സാറിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് 1-2 പെന്തക്കോസ് വിശ്വാസികളുണ്ട്. അവിടെ 5 സംഘടനയിൽ നിന്നാണ് ആൾക്കാർ വിടുന്നത്. അവർ ഏകദേശം 10-20ഓളം സഹോദരന്മാരുണ്ട്. അപ്പം ഞങ്ങളുടെ BPDCയുടെ കെയർ ഓഫിൽ 5 പേരാണ്. അതിൽ ഒരു പെന്തക്കോസിലെ ഒരു ഓവർസിയറിന്റെ സഹോദരനുമുണ്ട്. അങ്ങനെ ഇവരൊക്കെ ഉള്ളപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മനസ്സ് ചാഞ്ചല്യം ഉണ്ടാകുന്നിടയിൽ തീർന്നു. ജസ്റ്റ് അന്ന് 1-2 ദിവസം അവരുടെ കൂടെ തങ്ങി ആ ട്രെയിനിങ് പങ്കെടുത്ത് പിന്നെ ഞാൻ ബൈബിൾ കോളേജിൽ പോയില്ല. തുടർന്ന് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനിടയിൽ ഒരു 6 മാസത്തോളം അച്ഛൻ്റെ ഒക്കെ ഓഫീസിൽ തന്നെ നിന്നുകൊണ്ട് അവിടുത്തെ ഈ ഇംഗ്ലണ്ടിന് ഉള്ളതായ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനിടയിൽ തീർന്നു. ഭാഷ പഠിക്കാനും ഒക്കെ, സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിക്കാനുള്ളതായ, പിന്നെ അതോടൊപ്പം തന്നെ വേറെ കുറെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതുമൊക്കെ പഠിക്കുവാനും ഒക്കെ അവിടെ താമസിച്ചു. അവിടെ വീണ്ടും അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ വീണ്ടും പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയി. കാരണം അന്ന് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് ഇവർ ബിയർ മേടിച്ച് ഇവർ കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പുതിയ അവരെന്നെ ആദ്യമൊക്കെ എന്നെ നിർബന്ധിച്ച് ഞാൻ കഴിച്ചില്ല. പിന്നെ തുടർന്ന് ഓട്ടോമാറ്റിക് വീണ്ടും ഞാൻ പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ഈ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ പോകാനുള്ളതായ തീരുമാനമായി. പെട്ടെന്ന് പാസ്പോർട്ട് എടുത്തു. അതോടൊപ്പം തന്നെ അവിടെ ഞങ്ങൾക്ക് 50,000 രൂപ അവിടുത്തെ സെമസ്റ്റർ ഫീസായിട്ട് 1 വർഷത്തെ പഠനമായിരുന്നു. പഠനത്തോടൊപ്പം ജോലിയായിരുന്നു.
50,000 രൂപ അവിടുത്തെ സെമസ്റ്റർ ഫീസ് അടച്ചു. അപ്പം പൈസ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഫാദറിന്റെ ഒരു സ്നേഹിതന്റെ വസ്തു പണയം വെച്ചാണ്, അല്ലെങ്കിൽ വാങ്ങി വെച്ചാണ്, ആധാരം വെച്ചാണ് പൈസ എടുക്കുന്നത്. അത് 25,000 രൂപ അവിടെ ഫീസ് അടച്ചു. ബാക്കി 25,000 കൊണ്ട് എനിക്ക് ഡ്രസ്സുകൾ, അങ്ങനെ കാര്യങ്ങൾ, ബാഗ്, ബുക്ക് എല്ലാം എനിക്ക് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ പോകേണ്ട സമയമായപ്പോൾ എൻ്റെ പോക്ക് നടന്നില്ല. എൻ്റെ കൂടെയുള്ള 2-3 പേര് പോയി, എൻ്റെ മാത്രം പോക്ക് നടന്നില്ല. തക്ക സമയം എൻ്റെ പാസ്പോർട്ട് കാണാനില്ല. പിന്നെ ആകെപ്പാടെ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. എൻ്റെ പോക്ക് മാത്രം നടന്നില്ല, എൻ്റെ കൂടെയുള്ള പലരും പോയി. ഇതുകൂടെ ആയപ്പോഴത്തേക്കിനും ബൈബിൾ കോളേജിലെ പഠനവും പറ്റിയില്ല, ഇവിടെയും പോകാൻ പറ്റിയില്ല. ആകെപ്പാടെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്, നിരാശയുണ്ടായി. അങ്ങനെ തുടർന്ന് ശക്തമായി ഉഴപ്പിലേക്ക് മുന്നോട്ട് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, എൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് ഞാൻ ഇംഗ്ലണ്ടിന് പോകുമെന്ന് പറഞ്ഞാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഒരു ശ്രുതിയിൽ എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ വൈഫിന്റെ പേര് ഷെറിൻ ജോൺ എന്നാണ്. തൃശ്ശൂരാണ് അവിടെ സ്വദേശം. പപ്പ എക്സ് മിലിറ്ററി ആണ്. അവൾ ഒരു മോളാണ്. അപ്പം എൻ്റെ ഒരു സ്നേഹിതൻ മുഖേന ഇവരെ പരിചയപ്പെടുവാനും അങ്ങനെ വിവാഹത്തിലേക്ക് എത്തുവാനും ഇടയിൽ തീർന്നു. അങ്ങനെ എൻ്റെ പിതാവും എൻ്റെ അളിയനും ഒക്കെ പോയി അവരെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് ഇംഗ്ലണ്ടിന് പോകുമെന്ന് പറഞ്ഞാണ് അവര് സമ്മതിച്ചത്. അങ്ങനെ എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ വിവാഹം നടന്ന ശേഷം എനിക്ക് ജോലിയൊന്നുമില്ല. ഞാൻ ആ സമയത്ത് ജോലിക്ക് വേണ്ടി പെട്ടെന്നൊരു ജോലി വേണമല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ ഹോട്ടൽ വർക്ക് ചെയ്യുന്നു. പുനലൂരുള്ള ഈ ഗ്രീൻ വാലി എന്ന് പറയുന്നൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ഹോട്ടലിൽ ലോഡ്ജും കൂടെയാണ്. അവിടുത്തെ വെയിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. കുറച്ചു നാൾ അവിടെ വർക്ക് ചെയ്തു. വർക്കിന് ശേഷം എനിക്ക് അവിടെ നിൽക്കാൻ പെട്ടെന്നൊരു പനി ഉണ്ടായി. എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ഉടനെ വൈഫിന്റെ വീട് തൃശ്ശൂരാണ്. വൈഫിന്റെ വീട്ടിലേക്ക് വന്നു. 1 മാസം കഴിഞ്ഞ് വൈഫിന്റെ വീട്ടിലേക്ക് വന്നു. അവിടെ വന്നതിന് ശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ അവിടെ തന്നെ ഒരു ജോലി ഒഴിവുണ്ടെന്ന് പത്രത്തിൽ കൂടെ കണ്ടു. അവിടെ ഹാർഡ്വെയർ ഷോപ്പിൽ ആളെ വേണമെന്ന് പറഞ്ഞൊരു പത്രത്തിൽ വാർത്ത കണ്ടു. അങ്ങനെ ഞാൻ രാവിലെ അവിടെ പോയി. പക്ഷെ എൻ്റെ വൈഫിന്റെ വീടിന്റെ ഏകദേശം അടുത്ത് തന്നെയാണ്. തൃശ്ശൂരിൽ പോയി. തൃശ്ശൂർ അത്താണി എന്നുള്ള സ്ഥലത്താണ് ജോയൽ ഹാർഡ്വെയറും അതുപോലെ തന്നെ കോൺക്രീറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള ഒരു സ്ഥാപനമാണ്. അത്യാവശ്യം ഫേമസ് ആയ ഒരു സ്ഥാപനമാണ്. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്കിന് അവർക്ക് ഒരു ഓഫീസ് ബോയ് ആവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവർ നിയമിക്കുവാനിടയിൽ തീർന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുഴപ്പമില്ല. ഏകദേശം 1.5 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. എൻ്റെ വൈഫിന്റെ വീട്ടിലപ്പം താമസിക്കുന്നത്. അപ്പൊ എനിക്കൊരു കുഞ്ഞുണ്ടായി, ഹെലൻ എന്ന് പറയുന്ന എൻ്റെ മൂത്ത കുഞ്ഞുണ്ടായി. അപ്പൊ അവിടെ ഞങ്ങൾ ക്രിസ്ത്യൻ ചർച്ച് എന്നൊരു ചർച്ചിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പാസ്റ്ററൊക്കെ എന്നെ വളരെ സ്നേഹിച്ചിരുന്നു. അപ്പം എല്ലാ സൺഡേയിലും അവിടെ കർത്തൃമേശയുണ്ട്. അപ്പം കർത്തൃമേശയൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ആ സമയത്തൊക്കെ ഞാൻ ചെറിയ ഉഴപ്പിലാണ്. അപ്പം എൻ്റെ വൈഫ് പാസ്റ്ററോട് പറയുമായിരുന്നു, പാസ്റ്ററെ ഇച്ചായനെ എന്ന് പിടിക്കാൻ, ബൈബിളൊക്കെ പഠിച്ചതാണ്, ഇച്ചായനെ പിടിക്കണം എന്ന് പറയുമായിരുന്നു. പിന്നെ പാസ്റ്റർ എന്നെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. പിന്നീട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത്, ആ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേന് ചെറിയ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും 2019 ഡിസംബർ 21-ാം തീയതി ഞങ്ങളുടെ ഓഫീസിൽ വെച്ച് സാറ് പറഞ്ഞു നമുക്കൊരു പുൽക്കൂട് ഉണ്ടാക്കാം. സാർ ഒരു കത്തോലിക്കനാണ്. സാറ് പറഞ്ഞു, തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്കൊരു പുൽക്കൂട് ഉണ്ടാക്കണം. കാരണം ഞങ്ങൾക്ക് കമ്പിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഞാനും സാറും കൂടെ ഈ കമ്പി കൊണ്ട് ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കി. അപ്പം വെൽഡിംഗ് മെഷീനൊക്കെ ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് അപ്പം ഞാനും സാറും ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ കമ്പി വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്ലാസ് വെക്കുന്നില്ല. ഗ്ലാസ് വെച്ചുകൊണ്ട് എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സാർ ഒന്നും ഗ്ലാസ് വെച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഗ്ലാസ് വെക്കാതെ വെൽഡ് ചെയ്തു പുൽക്കൂട് ഉണ്ടാക്കി. അന്ന് രാത്രി വീട്ടിൽ പോയപ്പോഴത്തേന് എനിക്ക് കണ്ണടയ്ക്കാനും തുറക്കാനും പറ്റാത്ത സാഹചര്യം ഉണ്ടായി. വീട്ടിൽ ചെന്നിട്ട് അന്ന് പപ്പയില്ല. പപ്പ അപ്പം തുടർന്ന് സെക്യൂരിറ്റി ജോലിയായിട്ട് പപ്പ അന്ന് തൃശ്ശൂർ വേറൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. പപ്പ മിലിറ്ററി ജോലി ചെയ്ത ശേഷം പിന്നെ സെക്യൂരിറ്റി ആയിട്ട് പപ്പ വർക്ക് ചെയ്യായിരുന്നു. പോയിട്ട് ഞാനും വൈഫും മമ്മിയും മോളും മാത്രമേ ഉള്ളൂ. അപ്പൊ അന്ന് രാത്രി എനിക്ക് കണ്ണടയ്ക്കാനും പിന്നെ കുളിക്കാൻ തുടങ്ങിയപ്പോഴത്തെ എൻ്റെ കണ്ണിന് എനിക്ക് വെള്ളം
കണ്ണിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. കണ്ണടയ്ക്കാനും തുറക്കാനും പറ്റാത്ത അവസ്ഥ. മാക്സിമം ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ എൻ്റെ ഹൃദയത്തിന് വല്ലാത്തൊരു ഭാരം എന്ന് പറഞ്ഞാൽ ഹൃദയം കട്ട് കഴിച്ച് പൊട്ടിപ്പോവുകയാണ് ഒരു തോന്നൽ. എനിക്ക് മാക്സിമം ഞാൻ എൻ്റെ ഇത് കൊടുത്തെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ അവസാനം എൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ എൻ്റെ കൺട്രോളിനെല്ലാം പോകുന്ന നിലയിലായിപ്പോയി. എൻ്റെ ചങ്ക് കടച്ച് ഹൃദയം പൊട്ടിപ്പോകുന്നൊരു അനുഭവത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ നിലവിളിച്ചു, ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. അപ്പൊ പെട്ടെന്ന് എൻ്റെ കുറെ പാവങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. ഞാൻ കഴിഞ്ഞ നാൾ ചെയ്ത പാവങ്ങള്, ആരും അറിയാതെ ചെയ്ത പാവങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഓടി വന്നു. അങ്ങനെ ഞാന് അന്ന് ഒരു 10-15 മിനിറ്റ് എൻ്റെ പാവങ്ങൾ ഏറ്റു പറഞ്ഞു അന്ന് രാത്രി. കാരണം ഞാൻ മരിച്ചു പോകും. ആ ഒരു അനുഭവത്തിലേക്ക് എൻ്റെ ഹൃദയം ഇങ്ങനെ കട്ടുകഴിച്ച് പൊട്ടുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. കണ്ണു തുറക്കാനും പോലെ എൻ്റെ ഹൃദയം ഇങ്ങനെ പൊട്ടുന്ന പോലെ ഒരു അനുഭവം വന്നു. ഞാൻ അന്ന് 21-ാം തീയതി വൈകിട്ട് ഏറ്റു പറഞ്ഞു. കാരണം നിലവിളിക്കുക, എൻ്റെ വൈഫ് നിലവിളിക്കുന്നു, എൻ്റെ വൈഫിന്റെ അമ്മ നിലവിളിക്കുന്നു. കാരണം അന്ന് വൈകിട്ട് പപ്പായും ആകെപ്പാടെ ഒരു വല്ലാത്തൊരു സാഹചര്യമാണ്. ഈ ചായ എന്ന് ചോദിച്ചാൽ അവള് എൻ്റെ അടുക്കൊന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു. വലിയ പ്രയാസമായിരുന്നു. പക്ഷെ ഞാനും നിലവിളിക്കുക. കാരണം ഞാൻ ചത്തുപോകുന്നുള്ള തോന്നൽ, മരിച്ചു പോകുന്നുള്ള തോന്നൽ എനിക്കുണ്ടായി. പക്ഷെ അന്ന് ഞാൻ ഈ പാവങ്ങളെ എനിക്ക് ഏറ്റു പറയാൻ ഒരു മനസ്സ് വന്നു. ഞാൻ പാവങ്ങളെ ഏറ്റു പറഞ്ഞു, കർത്താവിനെ ക്ഷമിക്കണമേ. അന്നൊന്നും ഞാൻ കർത്തൃമേശ എടുക്കത്തില്ലായിരുന്നു. ഞാൻ ഈ കർത്തൃമേശയൊക്കെ എടുത്തോളാം, ഞാൻ മര്യാദയ്ക്ക് നീ പള്ളിയിലൊക്കെ പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിനെ നിലവിളിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു ആശ്വാസം എനിക്കുണ്ടായി. പിന്നെ ഞാൻ മാറുന്നത് ഒരു പുതിയൊരു മനുഷ്യനായിട്ടാണ്. സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ മാനസാന്തരം എന്ന് പറയാം. അതുവരെ ഞാൻ പല നിലകളിൽ ബൈബിൾ കോളേജിൽ പോയെങ്കിലും വന്നുവെങ്കിലും പെട്ടെന്ന് മാറിപ്പോകുന്നൊരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇത് എൻ്റെ ജീവിതത്തിൽ വല്ലാതെ എന്നെ ആഴമായി എന്നെ മാറ്റി മറിച്ചൊരു സംഭവമാണ്. ദൈവസ്നേഹം വീണ്ടും പഴയ പോലെ എനിക്ക് അനുഭവിച്ചറിയാനും പിന്നെ തുടർന്ന് പിറ്റേ സൺഡേ പോയി ഞാൻ കർത്തൃമേശ എടുത്തു. പിന്നെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. അങ്ങനെ അതിനുശേഷം എൻ്റെ നാട്ടിലേക്ക് എൻ്റെ മോക്ക് 3 വയസ്സായപ്പോൾ എൻ്റെ നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്, വിശ്വാസിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് രണ്ടാമതൊരു മോള് ജനിക്കുന്നു, ഹണിമോൾ എന്നാ മോളുടെ പേര്. മോക്ക് 1.5 വയസ്സാകുമ്പോഴത്തേക്കിനും നമുക്ക് ഫിറ്റ്സിന്റെ അസുഖം ഉണ്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബൈബിൾ കോളേജ് ചെറിയ ഈവനിങ് കോഴ്സും അല്ലാതെ തന്നെയുള്ള CPT ചർച്ച് പ്ലാനിങ് ട്രെയിനിങ് കോഴ്സൊക്കെ ഞാൻ പലയിടത്തായി അങ്കമാലിയൊക്കെ വെച്ച് പഠിക്കുന്നുമുണ്ട്. അപ്പം ചെറിയ ട്രാക്ട് മിനിസ്ട്രിയൊക്കെ ദൈവാസം അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അനീഷ് പാസ്റ്ററെ, ഛത്തീസ്ഗഡിലെ അനീഷ് പാസ്റ്ററെ കാണുന്നത്. അദ്ദേഹം ആകപ്പാടെ വല്ലാതെ നീക്കുന്ന സാധ്യത അദ്ദേഹത്തെ കണ്ട് ട്രാക്ട് കൊടുത്ത് അദ്ദേഹത്തെ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് അത് ഇറങ്ങുവാൻ ഒരു മുഖാന്തരം കൂടെ കർത്താവ് എനിക്ക് നൽകുവാൻ ഇടയത്തിൽ അദ്ദേഹത്തെ പല പാസ്റ്റർമാരുടെ കൊണ്ടുപോകാനൊക്കെ ഒരു അവസരം കർത്താവ് എനിക്ക് നൽകി തന്നു. കർത്താനുദാസൻ ശക്തനായി ഇപ്പം കർത്താവിന്റെ വേല ചെയ്യുന്നവർക്ക് വലിയ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രതിഫലം ലഭിക്കുകയാണെങ്കിൽ അനീഷ് പാസ്റ്റർ മുഖാന്തരമേ എനിക്ക് എന്തെങ്കിലും പ്രതിഫലം ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവം അദ്ദേഹത്തെ അത്രത്തോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഒരു വിശ്വാസിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ മോക്ക് 1.5 വയസ്സ് ഫിറ്റ്സ് ഉണ്ടാകുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല. ഞാനപ്പോൾ അങ്കമാലി ഈ CPT ട്രെയിനിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. അന്ന് ഞങ്ങൾ ദൈവാശാലം കൂടി അന്ന് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് അവർക്ക് കുഞ്ഞിനെ ഉണ്ടാകുന്ന. അപ്പം അന്ന് ഞങ്ങളെല്ലാം കൂടി പ്രാർത്ഥിച്ചു. കുഞ്ഞിനെ അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു ദിവസം വെന്റിലേറ്ററിൽ കയറ്റി. പിറ്റേ ദിവസം ഓക്കെ ആയി മോളെ വീട്ടിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. നാട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഞാൻ അങ്ങനെ അത്യാവശ്യം അപ്പം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് അക്യുപ്രഷർ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് പഠിച്ചായിരുന്നു. അപ്പം ഇതുമായിട്ടൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ പോയി. ഈ ഫിസിയോതെറാപ്പിയുടെ വേറെ രീതിയാണ്. ഇത് അനേകരെ പോയി ചികിത്സിക്കാനൊക്കെ കർത്താൻ ഈ ഭാഗ്യം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ കരുണയാൽ തൊടുന്നവരെല്ലാം എങ്ങനെയോ സൗഖ്യമാകുന്നുണ്ട്. ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ഒക്കെ ഒത്തിരി പേര് എൻ്റെ ചെറിയ ട്രീറ്റ്മെന്റിന് സൗഖ്യമായിട്ടുണ്ട്. അങ്ങനെ പല അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഒത്തിരി വന്നു. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഒരു ദിവസം എൻ്റെ
ഈ രണ്ടാമത്തെ മോള് അവളൊക്കെ രാവിലെ ചെറുപ്പത്തോടെ അവൾ ഭക്ഷണം കഴിക്കുന്നത് അരിയാഹാരം കഴിക്കത്തില്ല, കുറുക്ക് മാത്രമേ കഴിക്കത്തുള്ളൂ. ആ സമയത്ത് അവൾക്ക് 3 വയസ്സുള്ളതാകുന്നുണ്ട്, 3 വയസ്സാകുന്നുണ്ട് ഹണിമോക്ക്. അവളങ്ങനെ വൈകിട്ട് എൻ്റെ വൈഫ് മടി വെച്ചുകൊണ്ട് പിന്നെ കുറുക്ക് വാരിക്കൊടുക്കും. അത് ഞങ്ങളുടെ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പന്, അമ്മ, മൂത്ത മോളും ഈ ഹണിമോളും ഉണ്ട്. അപ്പൊ ഞാനിപ്പോ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ ഈ കുഞ്ഞ് ചായ എന്ന് പറഞ്ഞ എൻ്റെ വൈഫ് വിളിക്കുന്നുണ്ട്. ഞാൻ നോക്കി എൻ്റെ കുഞ്ഞ് ഈ ഭക്ഷണം വായിക്കാത്ത കിടപ്പുണ്ട്, ഇറക്കാൻ പറ്റാതെ അവളിങ്ങനെ ഷിവർ ചെയ്യുന്നു. അവൾക്ക് ഈ ഫിറ്റ്സ് ഉണ്ടായി. ആകെപ്പാടെ വല്ലാത്തൊരു കണ്ടീഷൻ. കുഞ്ഞിന്റെ വായും എല്ലാം കൂടി നുരയും പതയും വന്ന് പെട്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഞാൻ എൻ്റെ കുഞ്ഞ് അസുഖം ഉണ്ടാകുന്നത് കണ്ടത്. പെട്ടെന്ന് ഞാനും ആകെപ്പാടെ ഇല്ലാത്ത ഭയം എനിക്കുണ്ടായി. ഉടനെ അന്ന് ഞങ്ങളുടെ വീട് റോഡിനോട് ചേർന്നല്ല, ഇച്ചിരി ഉള്ളിലായതുകൊണ്ട് ഓട്ടോയൊക്കെ അതിലെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഞങ്ങൾ റോഡിലേക്ക് നടന്നു വരണം. അവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓട്ടോയെ വിളിച്ചു. അദ്ദേഹം റോഡിൽ വന്ന് ഞങ്ങൾ ഇവിടുന്ന് നടന്ന്, അന്ന് രാത്രിയാ, ഇവിടുത്തെ ഡ്രസ്സിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി വന്നു. അപ്പോഴത്തേന് എൻ്റെ തോളിൽ എൻ്റെ കുട്ടി കിടക്കുന്നേ, വൈഫും കുഞ്ഞെല്ലാം കരച്ചിലോടെ പുറകിൽ. അപ്പൊ ഞാൻ നോക്കാൻ കുഞ്ഞിന്റെ ശരീരം ഇങ്ങനെ തണുത്തു പറഞ്ഞാൽ ഞാനും അത്യാവശ്യം ഈ പൾസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനുഷ്യന്റെ സാഹചര്യം അറിയാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ജീവനില്ലാത്തൊരു അനുഭവം എനിക്ക് തോന്നി. അവളുടെ മുഴുവൻ ശരീരം മുഴുവൻ തണുത്ത്, അവള് സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ആകെപ്പാടെ പെട്ടെന്ന് തളർന്നു കിടന്ന കുഞ്ഞ് ഞാൻ നോക്കുമ്പോൾ നേരെയാകുന്ന പോലെ, എന്ന് പറഞ്ഞാൽ തടി പോലെ എനിക്ക് തോന്നുക കുഞ്ഞ്. കാരണം അവിടെ ശരീരം ഇങ്ങനെ നേരെ നീണ്ടങ്ങ് നീർന്ന് കിടക്കുന്ന പോലെ അനുഭവം. പെട്ടെന്ന് ഞാൻ ഓട്ടോക്കയറ്റിയ സമയത്ത് കുഞ്ഞിന് ജീവനില്ലാത്തൊരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. അവിടെ ഏകദേശം 1/4 മണിക്കൂറോളം ഹോസ്പിറ്റലിലുണ്ട് ദൂരം. അവിടെ കറകച്ചാൽ മേഴ്സി ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ സമയത്തെല്ലാം ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനൊരു തീരുമാനമെടുത്തു. ആ സമയത്താണ് ഞാൻ തീരുമാനമെടുക്കുന്നത്, കർത്താവേ, ഞാൻ നിന്റെ വേല ചെയ്യാന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്കൊരവസരം തന്നെ കർത്താവിന്റെ വേല ചെയ്യാന്നൊരു തീരുമാനം ഞാൻ വീണ്ടും എടുക്കുന്നുണ്ട്. അന്ന് ഞാന് വിശ്വാസിയായിട്ട് പോകുന്നുവെങ്കിലും ഒരു നല്ലൊരു സ്പിരിച്വാലിറ്റി എനിക്കില്ലായിരുന്നു. ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോവുക. അപ്പം ദൈവത്തോട് തീരുമാനം, ഞാൻ ശക്തമായി കർത്താവിനെ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യാന്നൊരു തീരുമാനമെടുത്തു. അപ്പം എൻ്റെ മോളെ ദൈവം അത്ഭുതകരം അവിടുന്ന് വിട്ടുവെച്ചു. പലവട്ടം എൻ്റെ കുഞ്ഞിന് ഈ അസുഖം ഉണ്ടായി. പിന്നെ തുടർന്ന് പല സന്ദർഭങ്ങളായിട്ട് ഞാൻ തീരുമാനമെടുത്തതിന് ശേഷം വീണ്ടും പ്രത്യേകിച്ച് അങ്ങനെ സാധാരണ ജോലി ചെയ്യുന്നുണ്ട്. വല്ലപ്പോഴും പാസ്റ്റർമാരുടെ കൂടെ പരസ്യത്തിന് പോകാറുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ കുഞ്ഞിന് കൂടെ ഈ അസുഖം ഉണ്ടാകാൻ തുടങ്ങി. ഒരു 6 വയസ്സ് വരെ അവർക്ക് അസുഖം ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഓരോ അസുഖം ഉണ്ടാകുന്നതനുസരിച്ച് പിന്നെ കുഞ്ഞിന്റെ ബുദ്ധിക്ക് പ്രശ്നമാണ്, അവൾ മന്ദബുദ്ധിയായി പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയാനിടയിൽ തീർന്നു. ഇവൾ പഠിക്കാനൊക്കെ എൻ്റെ മോൾ ഇപ്പോൾ 7ാം സ്ഥാനമല്ല പഠിക്കുന്നത്. കുഞ്ഞിന് പഠന വൈകല്യമുണ്ട്. എങ്കിലും കുഴപ്പമില്ലാണ്ട് ദൈവം നടത്തുന്നു. സത്യം പറഞ്ഞാൽ കുഞ്ഞിന്റെ അവിടെ ഇതിലാണ് വീണ്ടും ഒന്നുകൂടെ ഞാൻ ആത്മീയമായി സ്ട്രോങ് ആകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ചെറുതായിട്ട് ബൈബിളിലൊക്കെ പഠിച്ചു. പിന്നെ ഞാനും അനീഷ് പാസ്റ്ററും കൂടെ ഞങ്ങൾ ട്രാക്ട് മിനിസ്ട്രി തുടങ്ങി. അനേക ഇടങ്ങളിൽ ഞങ്ങൾ ട്രാക്ട് കൊടുക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ചർച്ച വന്നു. അങ്ങനെ ഞങ്ങൾ പാമ്പാടി ഇലക്കൊടിഞ്ഞ് ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവർ 21 ദിവസം ഫാസ്റ്റിംഗ് പ്രയറാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല. അന്ന് രാത്രി അവിടെ കയറിയ സമയത്ത് അഭിഷേകത്തെ കുറിച്ച് വാഞ്ചിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു. പറഞ്ഞാൽ എൻ്റെ ലൈഫ് ആകെ ഞാനൊരു ചെറുപ്പത്തിൽ അന്തർമുഖനും കൂടെ ആയിരുന്നു. അങ്ങനെ വലിയൊരു സംസാരശീലനോ വലിയ പൊതുസമൂഹത്തിൽ അങ്ങനെ വലിയ ഒരു ആക്റ്റീവ് ഉള്ള ആളല്ലായിരുന്നു. ഇപ്പം ഇപ്പൊ ഈ മീറ്റിങ്ങിന് പങ്കെടുക്കുന്ന സമയത്ത് അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ ഇളക്കപ്പേർക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ കാണിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അകത്ത് കയറിയപ്പോൾ എല്ലാവരും ചാടി ആരാധിക്കുള്ളത് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടൊരു ഇറിറ്റേഷൻ തോന്നിയത്. ഇവരൊക്കെ എന്തിനാ ഈ കാരണമൊക്കെ വലിയൊരു ഇറിറ്റേഷൻ ഉണ്ടായി. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അപ്പൊ ആ ദിവസം ഓക്കേദാസ് എന്ന് പറയുന്ന ഒരു പൂജാരിയായ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു വന്ന ആളാണ് ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം ശുശ്രൂഷ സമയത്ത് ലാസ്റ്റ് ഒരു ആരാധന സമയമാണ്. എല്ലാവരും പാട്ടുപാടി ആരാധിക്കുന്ന സമയത്ത് ഞാനും പാട്ടുപാടി ദൈവത്തെ, ഞാനും അനീഷ് പാസ്റ്ററുണ്ട്, അങ്ങനെ ആരാധിക്കുന്ന സമയമാണ്.
ഞാൻ കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് എന്റെ കണ്ണിലേക്ക് അടിക്കുന്നത് പോലെ തോന്നല്. ജീപ്പിന്റെ ബട്ടം ലൈറ്റ് അടിക്കുന്ന പോലെ ഒരു പ്രകാശം എന്റെ കണ്ണിലേക്ക് അടിക്കാനിടയെ തീർന്നു. ആദ്യം ഞാൻ കണ്ണു തുറക്കാൻ നോക്കി എനിക്ക് പറ്റുന്നില്ല. ഞാൻ എന്തായാലും ഈ ലൈറ്റ് അടിക്കുന്നുള്ള ഒരു ഇതുണ്ടായി. ഞാൻ കണ്ണു തുറക്കാൻ എനിക്ക് അടിക്കാൻ പറ്റില്ല. ഈ പ്രകാശം ശക്തമായ എന്റെ ശരീരത്തെ മുഴുവൻ മൂടുന്നതിനെക്കൊണ്ട് ഞാൻ പെട്ടെന്ന് നിലത്ത് വീണ സമയത്ത് ആ പാസ് ഓടി വന്നെന്ന് പറഞ്ഞ് ബ്രദറെ സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. ഞാൻ സ്തോത്രം ചെയ്യാൻ പറ്റിയിട്ട് ദൈവം നിന്നെ തൊട്ടിട്ടുണ്ട്, സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. ഞാൻ സ്തോത്രം ചെയ്യാൻ പറ്റി, എനിക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് എന്തോ ഒരു ഭാഷ, എനിക്ക് ആകപ്പാടെ നാണം, എൻ്റെ ഉള്ളിൽ ബോധമുള്ളതുകൊണ്ട് നാണം തോന്നി. കാരണം ഒന്നാമതേ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു അന്തർമുഖത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ഞാൻ എന്താ പറയുന്നത്, കാരണം എന്തോ ഒരു വേറെ ഭാഷ ഞാൻ പറയുന്നത്. ഞാൻ സ്തോത്രം ചെയ്യാൻ സ്തോത്രം പറ്റുന്നില്ല. ഞാൻ വേറെ ഭാഷ പറഞ്ഞു. പിന്നീട് അന്യഭാഷ എന്ന് പറഞ്ഞ അഭിഷേകം സത്യം പറഞ്ഞ അന്നാണ് എനിക്ക് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ പിന്നെ അന്യഭാഷയാണ് സംസാരിക്കുന്നത്. അതെന്റെ ലൈഫിന് ആകെപ്പാടെ മാറ്റിമറിച്ചു. എന്റെ ലജ്ജ മാറി, നാണം മാറി, എനിക്ക് ഭയങ്കരമായ ധൈര്യം ഉണ്ടായി. വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി. ഭയങ്കരമായ യേശുവിനോട് വലിയ സ്നേഹമൊക്കെ തോന്നുവാനിടയെ തീർന്നു. തുടർന്ന് ശക്തമായി ഞങ്ങള് മിനിസ്ട്രിക്ക് ഇറങ്ങി. എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ അടുത്ത് ഒരു യുണൈറ്റഡ് BBS നടന്നിരുന്നു. അപ്പൊ അത് ഇപ്പം ഞങ്ങളെ പഠിപ്പിക്കാൻ വിളിച്ചിരുന്നു. അപ്പൊ ഞാനിവിടെ പഠിപ്പിക്കുന്ന സമയത്ത് അന്ന് അവിടെ ഒരു പാസ്റ്റർ ഷാജി പീറ്റർ എന്ന് പറയുന്ന ദൈവാശ്രമം, അദ്ദേഹം അന്തർദേശീയ ദൈവസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കൊരു സഭയുണ്ട് കുന്നന്താനത്ത്, കങ്ങഴ കുന്നന്താനത്ത് ഒരു ചർച്ചുണ്ട്, ബ്രദർ താല്പര്യമെങ്കിൽ ഒരു അവസരമുണ്ട് എന്ന് പറയാനിടയത്തിൽ അദ്ദേഹം എന്നെ അങ്ങനെ ക്ഷണിച്ചു. അപ്പൊ അങ്ങനെ അതൊരു എനിക്ക് ഇങ്ങനെ സഭ ശുശ്രൂഷ നേരിട്ടെടുക്കുന്ന താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അദ്ദേഹം ക്ഷണിച്ചത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പോകാം എന്നുള്ള നിലയിൽ ആദ്യം അവരുടെ മുണ്ടത്താനത്തുള്ള മാതൃ ചർച്ചിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കിനും കുഴപ്പമൊന്നുമില്ല, ആരാധനയൊക്കെ നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമില്ല. ആദ്യം അവരിങ്ങനെ ഉപദേശപ്പശ കണ്ടെന്നുള്ള ചെറിയൊരു അറിവ് ആരും ഇങ്ങനെ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയപ്പോൾ ഉപദേശപശമൊന്നുമില്ല, കറക്റ്റ് ഉപദേശത്തിൽ തന്നെ പോകുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കെയർ ഓഫില് കുന്നന്താനത്ത് സഭാ ശുശ്രൂഷ എടുക്കാനിടയെ തീർന്നു. പ്രാരംഭമായി ഞാൻ ചെല്ലുന്ന സമയത്ത് 2 പേര് മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ ചെന്നതിന് ശേഷമായൊരു മദ്യപാനിയ സഹോദരൻ റജി എന്ന് പറഞ്ഞൊരു സഹോദരൻ ചർച്ച വരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കുടുംബം വരാൻ തുടങ്ങി. അവിടുന്ന് ഏകദേശം ഒരു 2-3 മാസമായപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ഥലം മാറ്റം തന്നു. പാമ്പാടിയുള്ളതായ പറച്ചാമ്പണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് സ്ഥലം മാറ്റം നൽകി തന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഏകദേശം ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. ഒരച്ചായനും ഒരു ജോമൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ മാത്രമേ അവിടെ ആരാധനയ്ക്ക് വരുന്നുള്ളൂ. അവിടെ ചെന്ന് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. ഏകദേശം 2 വർഷത്തോളം അവിടെ ഇരുന്നു. ഞാൻ കടന്നു വരുന്ന നേരത്തെ ഏകദേശം 9ഓളം കുടുംബം അവിടെ കടന്നു വന്നു. എൻ്റെ ലൈഫിലെ വലിയൊരു സന്തോഷമായിരുന്നു. കാരണം എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി എന്ന് പറഞ്ഞത് പിന്നെ കുറച്ച് നാള് എൻ്റെ ഫാദറിന് അസുഖം ഉണ്ടായി, അറ്റാക്ക് ഉണ്ടാകും. ഫസ്റ്റായിട്ട് എൻ്റെ പിതാവിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. കോട്ടയം മെഡിക്കലിലായിരുന്നു. അതേ അവിടെ കിടക്കുന്ന സമയത്ത് എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് 3ാമത് എൻ്റെ മോൻ ജനിക്കുന്നുണ്ട്, ആരോണ്. അന്ന് വൈഫിന്റെ വീട്ടിലാണ് അവള്, പപ്പായും മമ്മിയും. അപ്പം പപ്പായിക്ക് ആ സമയത്ത് ഈ അറ്റാക്ക് ഉണ്ടായി, അദ്ദേഹം വിശ്രമ സമയമായിരുന്നു. പിന്നെ തൃശ്ശൂര് അവളെൻ്റെ വൈഫ് എൻ്റെ ഇളയ മോനെ പ്രസവിച്ച് കിടക്കുന്നു. എൻ്റെ പിതാവിനും. അപ്പൊ ഞാൻ ഞാൻ കൊട്ടാരക്കര ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ ശുശ്രൂഷനായിട്ട് കൊട്ടാരക്കര ഇഞ്ചക്കാടൻ സ്ഥലത്താണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കൂടെ എൻ്റെ പിതാവിന് അസുഖമായ സമയത്ത് എനിക്ക് 2-3 ആഴ്ച ചർച്ചിൽ പോകുമ്പോൾ അവിടെ ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റിയില്ല. അത് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് അവിടെ തുടർന്ന് അങ്ങോട്ട് ശുശ്രൂഷ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നാൾ ഞാൻ ശുശ്രൂഷ ഒന്നും ഇല്ലാണ്ട് ഞാൻ അപ്പൊ തന്നെ അവരവിടുന്ന് എന്റെ സാഹചര്യം മനസ്സിലാക്കിയത് കൊണ്ട് അപ്പൊ അവരോട് പറഞ്ഞെന്നാ പാസ്റ്റർ ഇതെല്ലാം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ തുടർന്ന് എനിക്ക് ശുശ്രൂഷ ലഭിക്കപ്പെടാനിടയെ തീർന്നില്ല. പിന്നെ ഞാൻ എൻ്റെ വൈഫിന്റെ വീട്ടിൽ വന്ന് എൻ്റെ പിതാവിനെ അവിടെ 2 എടുത്തുമാരുടെ പിതാവിനെയും ഒക്കെ ശുശ്രൂഷിക്കാൻ കർത്താവ് കൃപ നൽകി തന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൃശ്ശൂര് ഒരു ചർച്ചിൽ ഒരു അവസരം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. കൊട്ടാരക്കലുള്ളതായ ഒരു പാസ്റ്റർ മുഖാനെയാണ് എനിക്ക് അവസരം ലഭിക്കപ്പെടുന്നത്. പപ്പായുടെ കുടുംബത്തോടടുത്ത് ഈ പേരാമംഗലം, ഈ തൃശ്ശൂര് അമൃത ഹോസ്പിറ്റലിന്റെ അടുത്താണ് എൻ്റെ വൈഫിന്റെ ഒക്കെ കുടുംബ വീട്. തുടർന്നാണ് 2019 അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട, എന്നോട് 4,000 രൂപയേ ഉള്ളൂ സപ്പോർട്ട്. മറ്റ് ദശാംശം നമുക്ക് ചർച്ചയിൽ കിട്ടത്തില്ല. സ്വത്രാഴ്ചയൊക്കെ
ചർച്ചിന്റെ വകയാണ്. പാസ്റ്റർക്ക് 4000 രൂപ മാത്രമാണ് സപ്പോർട്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ദശാംശം തന്നാൽ മാത്രമേ ഉള്ളൂ. അവിടെ സാമച്ചായനും മെച്ചം പാസ്റ്ററുമാകുന്ന അവർ മാത്രം ഇപ്പൊ സാമ്പത്തികം മുന്നിട്ട് നിൽക്കുന്നത്. അവർ മാസം എന്തെങ്കിലും പാസ്റ്റർ തന്നെങ്കിൽ മാത്രമാണ്. ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. എത്രയൊക്കെ കളിച്ചാലും മാസം ഒരു 5-6 രൂപയ്ക്ക് അപ്പുറമായിട്ട് പാസ്റ്റർ അവിടെ ഒരു മാസപരിഹാരം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് അവരോട് പറയാനിടയെത്തിയിരുന്നു. പാസ്റ്റർക്ക് താല്പര്യം മാത്രം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദേവാസന്മാരെ, നിങ്ങൾ ഈ പറഞ്ഞ സപ്പോർട്ട് പോലും എനിക്ക് തന്നില്ല എങ്കിലും ദൈവം എന്നെ അയക്കുന്നെങ്കിൽ ദൈവം എന്നെ പുലർത്തുമെന്ന് ഞാൻ പറഞ്ഞു. കൃപയാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ 4000 പറഞ്ഞ ഞങ്ങളുടെ സപ്പോർട്ട് അവർ 5000 രൂപ എനിക്ക് തന്നു. തുടർന്ന് അന്ന് തന്നെ എനിക്ക് അന്ന് ആ മാസത്തിൽ എനിക്ക് ലഭിക്കപ്പെടുന്നത് 14000 രൂപ ലഭിക്കപ്പെടുന്നത്. ഈ ദശാംശം തരാത്ത പലരും എനിക്ക് ദശാംശം തന്നു. 2018-19 കാലഘട്ടമാണ്. പിന്നീട് എനിക്ക് ഏകദേശം 20-22 രൂപയൊക്കെ കുറയാതെ 20 രൂപയ്ക്ക് കുറയാതെ വരുമാനം വരാൻ തുടങ്ങി. അതെങ്ങനെയെന്ന് എനിക്കും അറിയത്തില്ല. ഇന്നും ഒരു അനുഭവമാണ് അത്. ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് നമ്മളെ അയക്കുന്നെങ്കിൽ ഒന്നിനൊരു കുറവ് വരത്തില്ല. എൻ്റെ വീട്ടിലെ കാര്യമില്ല നോക്കാൻ എനിക്ക് എൻ്റെ പിതാവിനും അയച്ചു കൊടുക്കാൻ പൈസ ഉണ്ടായി. എൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നിനും കുറവില്ലാതെ ഇവൻ നടത്തി. എനിക്കൊന്നും ബൈക്കില്ലായിരുന്നു. ഞാനിങ്ങനെ വിശ്വാസി അടുക്കിലേക്ക് പോകുന്നത് നടന്നു. ഒത്തിരി ഞങ്ങളുടെ വന്ന് 13 കുടുംബം അവിടെയുണ്ട്. ഒത്തിരി ദൂരെയൊക്കെയാണ് പലരും. ഒരു ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ്. അപ്പം ഞാൻ ഈ ഫോറസ്റ്റിൽ കൂടെയൊക്കെ നടന്നാണ് പലപ്പോഴും വിസിറ്റിങ്ങിന് പോകുന്നത്. അപ്പം ഞങ്ങളുടെ വിശ്വാസ ഫാസ്റ്റ് ഒരു ബൈക്ക് എടുക്കാൻ പറഞ്ഞു. അതെനിക്ക് ബൈക്ക് കയറ്റം അറിയില്ല, എനിക്ക് കൈനറ്റിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ എടുക്കാൻ, കാരണം സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാൻ. ഞാനാണ് ഈ EMI എടുക്കാൻ, എനിക്കാണെങ്കിൽ CC എടുക്കാൻ ഭയങ്കര മടി, കടം എടുക്കാൻ ഭയങ്കര മടിയാ. അപ്പം അതുകൊണ്ട് ഞാൻ CCക്ക് വണ്ടി എടുക്കുന്നത് തീരുമാനിച്ചു. ഞാൻ എടുക്കാതുകൊണ്ട് പറയുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വിയർത്ത് വിളിച്ച് ഞങ്ങളൊരു അപ്പച്ചൻ്റെ ഒക്കെ വെച്ചാൽ അവർ മലമുകളിൽ താമസിക്കുന്നത്, അവിടെ ചെന്ന സമയത്ത് വർത്തമാനം പ്രാർത്ഥിച്ചിറങ്ങുന്ന സമയത്ത് അദ്ദേഹം എനിക്കൊരു താക്കോൽ എൻ്റെ കൈവശം തന്നു. അതിന് പറഞ്ഞു, പാസ്റ്റർ ഇത് സുഭാഷിന്റെ വണ്ടിയുടെ താക്കോല. ഇപ്പൊ സുഭാഷ് പറഞ്ഞ ആൾ അദ്ദേഹം ഒരു അദ്ദേഹം പാസ്റ്റർ അദ്ദേഹം ഇടുക്കിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വണ്ടി ഒരു സെക്കൻഡ് ഹീറോയുടെ പാഷൻ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അത് വെറുതെ ഇരിക്കുക. അപ്പച്ചൻ അദ്ദേഹത്തോട് ഈ മകനെ വിളിച്ച പാസ്റ്റർ വിളിച്ച് പറഞ്ഞ്, ഞങ്ങളുടെ പാസ് നടന്ന് കഷ്ടപ്പെട്ടാ വരുന്നത്, നിന്റെ വണ്ടിയോട് ചുമ്മാ ഇരിക്കില്ലേ, അപ്പം പാസ്റ്റർ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആ പാസ്റ്റർ പറഞ്ഞ് അപ്പന് ഇഷ്ടമാണെങ്കിൽ പാസ്റ്റർ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ വാഹനം കിട്ടാനിടയെത്തിയിരുന്നു. എനിക്ക് ഓടിക്കാറിയത്ത് ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ വന്ന് വീട്ടിൽ വാഹനം കൊണ്ട് തന്നു. പിന്നെ ഞാൻ ഓട്ടം പഠിച്ച് പിന്നെ ആ വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ദൈവകൃപയാ 2 വർഷത്തോളം അവിടെ കർത്താവിന്റെ വേല ചെയ്യുവാനിടയെ തീർന്നു. തുടർന്ന് 2019 മാർച്ച് 16 കൊറോണയുടെ സമയത്ത് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ മാറ്റപ്പെടുവാനിടയെ തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് തൃശ്ശൂർ കൊണ്ടാടി എന്നുള്ള സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നാട്ടിൽ കടന്നു വന്നു. കൊറോണയായിരുന്നു. കൊറോണ സമയത്ത് പിന്നെ എങ്ങും ശുശ്രൂഷയൊന്നും ഇല്ലാതെ ഞാൻ വേറെ അവിടെ ഒരു ഫുൾ ഗോസ്പൽ ചർച്ചിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരു മാതൃ ചർച്ചായി അതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ചെറിയ ചെറിയ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരനോട് കൂടി അത്യാവശ്യം ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങണം. അങ്ങനെ ഈ കുറെ സാധനങ്ങളൊക്കെ ഈ ഇലക്ട്രിക് ബൾബ് എന്ന് പറഞ്ഞാൽ കറണ്ട് പോകുമ്പോൾ കത്തുന്ന LED ബൾബ്, അങ്ങനെ കുറേയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ ചെറിയ ഐറ്റംസുകളെ പിന്നെ ഈ ലോഷനെ കഴുകുന്ന നമ്മുടെ വാഷിംഗ് പൗഡർ, അങ്ങനെ ലോഷൻ, അങ്ങനെ കുറെ സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ട് അത് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിന് ശേഷം അപ്പോഴാണ് ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന റിവൈവൽ ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പ് എന്ന ചർച്ചിന്റെ ശുശ്രൂഷയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ആ സമയത്താണ് ഈ ദൈവസഭയുടെ ശുശ്രൂഷ ഏറ്റെടുക്കാൻ ഒരു അവസരം ഉണ്ടാകുന്നത്. കാരണം അന്ന് കൊറോണ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷ ചെയ്തിരുന്ന കർത്താനുദാസൻ അദ്ദേഹത്തിന്റെ ഇളയ മോന്റെ ജനനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ വൈഫ് ഈ ലോകത്തിൽ മാറ്റപ്പെടുവാനിടയിൽ തീർന്നു. മാറ്റപ്പെട്ട മുഖാന്തരം അദ്ദേഹം ആ പണി നിരാശനായി. അദ്ദേഹം വളരെ നന്നായി വളർന്ന സഭയാണ്. ഈ 35 വർഷത്തിനകമായി ഒരു പരസ്യവും പോലും നടത്താത്ത ഒരു സ്ഥലമായിരുന്നു ഈ വെള്ളാവൂർ എന്ന സ്ഥലം. BJPക്കാരുടെ ഒരു കേന്ദ്രമാണ്. അവിടെ പരസ്യം പറയുന്നവരെ അടിക്കുകയും ഓടിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ഈ കർത്താവിന്റെ ദാസ, സ്വന്തം നാട്ടുകാരനാണ് അദ്ദേഹം. കർത്താവിനെ വളരെ മദ്യപാനിയായി കടത്തിൽ കടന്നുറങ്ങിയ മനുഷ്യനെ ദൈവം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലം അവിടെ ശക്തമായ ഒരു ദൈവസഭ വളർന്നു വന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനത്തോടനുബന്ധിച്ചുള്ള മരണമുഖാന്തരം ഈ ദേവാസൻ വളരെ മാനസികമായി അദ്ദേഹം പ്രയാസം അനുഭവിച്ചു. അദ്ദേഹം
പതിയെ പുറകിലേക്ക് പോകാനിടയെ തീർന്നു, പിന്മാറ്റ അവസ്ഥയിലേക്ക് പോകാനിടയെ തീർന്നു. ഈ സഭയിലെ വിശ്വാസികൾ ആകപ്പാടെ അവരും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു നിലയിലായി. അപ്പൊ അങ്ങനെ ഈ സമയത്താണ് എന്നോട് ഇങ്ങനെ അവർ പറയുന്നത്, പാസ്റ്റർ അപ്പൊ എനിക്കൊരു വേറെ ദൈവസഭയുടെ, ഞാനിപ്പോൾ റിവൈവൽ ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പിന്റെ ഒരു സഭയുടെ ബേക്കൻഡെന്ന് പറഞ്ഞ് വിളിച്ചു, എങ്കിൽ എനിക്ക് സഭയില്ലായിരുന്നു. അപ്പൊ അവിടുത്തെ ജനറൽ സെക്രട്ടറി കൂടെ അസിസ്റ്റന്റ് ആണ് ഞാൻ ഈ കാഞ്ഞിരപ്പാറ എന്ന ദൈവസഭയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഗോസ്പൽ സഭയിൽ എന്റെ മാതൃക വെച്ചാണ്. പക്ഷേ ശുശ്രൂഷയോടെ ബന്ധത്തി ഈ സഭയോട് ഈ റിവൈവൽ ക്രിസ്ത്യൻ പ്രയർ ഫെലോഷിപ്പോട് ചേർന്ന് അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ 1-2 മാസമായിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളാവൂർ സഭക്കാരനെ വിളിച്ച്, പാസ്റ്ററെ, ഞങ്ങള് പാസ്റ്റർ പോകുന്ന സഭയോട് ചേരാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളെ ഉപേക്ഷിക്കുന്നവർ പറയുന്നതിനിടയിൽ തീർന്നു. അങ്ങനെ ഇവരുമായിട്ട് വന്ന് കണ്ട് ഞാനിപ്പം ഞാൻ അന്ന് പോയിക്കൊണ്ട സഭയോട് സംസാരിച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ വെള്ളാവൂരുള്ള സഭ വീണ്ടും ഏറ്റെടുക്കുന്നത്. അപ്പൊ ആ സഭ ഏറ്റെടുത്തു. ദൈവകൃപയാൽ ഇപ്പോൾ അവിടുത്തെ നിലവിലുള്ള ശുശ്രൂഷനായി കർത്താവിന്റെ വേല ചെയ്തു വരികയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫാമിലികൾ മാത്രമാണ് ഉള്ളത്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഇതാണ് എൻ്റെ ചെറിയൊരു അനുഭവ സാക്ഷ്യം. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്നുണ്ട്, എങ്കിലും പലതും വിട്ടുപോകാനൊക്കെ ഇടയായിത്തീർന്നുണ്ട്. എങ്കിലും ഇങ്ങനൊരു അവസരം എനിക്ക് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പൊതുവിലൊരു സോഷ്യൽ മീഡിയ കൂടെ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്കിങ്ങനെ ഒരു പ്രാരംഭ ഒരു അവസരം ഒരുക്കി തന്ന പ്രത്യേക എന്നെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ ദാസന് വിശ്വാസമുള്ളതായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്ററോടുള്ള വലിയ നന്ദി, സ്നേഹവും. കാരണം ഈ എളിയവനായി എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്നല്ലോ. പ്രാരംഭത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുവെങ്കിലും എന്നെ ധൈര്യപ്പെടുത്തി. ഞാൻ ആകപ്പാടെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ആകപ്പാടെ സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി കാര്യം എഴുതി വെച്ചിരുന്നെങ്കിലും പക്ഷെ ആ ടെൻഷൻ ഒത്തിരി ഓർഡർ തെറ്റിപ്പോയി. ഞാൻ പറയേണ്ട രീതിയിലൊന്നുമല്ല പറഞ്ഞിരിക്കുമെങ്കിലും പറഞ്ഞെല്ലാം വാസ്തവമാണ്. ഇങ്ങനെ അവസരം നടത്താൻ ദാസോടെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് രണ്ടാമത്തെ മോള് നേഴ്സിങ്ങിന് പഠിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അവൾ LBS പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, കടം വാങ്ങണമെന്ന് എനിക്ക് താല്പര്യമില്ല, ഉള്ളത് കൊണ്ട് ജീവിക്കണമെന്നാണ്. കടം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു കടം വാങ്ങി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി ചീത്തവിളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കടം വാങ്ങാൻ ഉള്ളതുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം എനിക്കുള്ളത്. അപ്പൊ എൻ്റെ മോളെ പൈസ കൊടുത്ത് എനിക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യം നിർവാഹമില്ല. അതുകൊണ്ട് LBS പ്രതീക്ഷ കാത്തിരിക്കുന്നു. അപ്പൊ എൻ്റെ മോള് പറഞ്ഞിങ്ങനെ ഒരു കാര്യമാണ് പറയുമ്പോ, നമുക്ക് LBS കിട്ടിയില്ലെങ്കിൽ, അവൾക്ക് 81% ഉള്ളൂ. LBS കിട്ടില്ലെങ്കിൽ അവളെ ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നു, ഇങ്ങനെയുള്ളൊരു അത് പറഞ്ഞിരുന്നു. ദൈവഹിതത്തിന് വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അവസരം നൽകുന്ന ദാസ് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. അതുപോലെ ഈ അരോമ TVയുടെ പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ സാക്ഷ്യത്തിൽ കൂടി കർത്താവിനെ നിങ്ങൾ കൂടുതലായി അറിയുവാൻ താല്പര്യം ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ യേശുവിനെ അറിഞ്ഞ് യഥാർത്ഥമായി അറിയുന്ന നിമിഷം മുതൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അത് വർണ്ണിപ്പാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യമാണ്. ഞാൻ ആദ്യം ഒത്തിരി ഞാൻ പുറകിലൊക്കെ പോയിരുന്നു. പക്ഷെ എങ്കിലും യഥാർത്ഥമായി ഞാൻ കർത്താവിനെ കണ്ട അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനം എന്ന് പറയുന്നത് എനിക്ക് വർണ്ണിപ്പാൻ പറ്റും. കാരണം ഇന്ന് വരെ, കാരണം ദൈവത്തിന് ആശ്രയിക്ക് ഒരു ലജ്ജിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം എനിക്ക് പുരാതന സമ്പത്തോ ഒന്നുമില്ല, പക്ഷെ അന്നുള്ളതെല്ലാം അത്ഭുതകരമായി ദൈവം നിറവേറ്റുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാറില്ല, എനിക്ക് ടെൻഷൻ ഇല്ല. സത്യം പറഞ്ഞാൽ നാളെ എന്താണെന്ന് ടെൻഷൻ ഇല്ല, കാരണം അന്നുള്ള ദൈവം നടത്തുന്നു. ക്രിസ്തീയ പ്രത്യാശ ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ വർണ്ണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവ് വരും. ആ കർത്താവ് പോയതുപോലെ വരുമെന്ന് ദൂതന്മാർ പറഞ്ഞുകൊണ്ട് കർത്താവ് വരും. ആ വരവിന് മുന്നമേ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ യേശുവിനെ കണ്ടെത്തി ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കർത്താവിന്റെ വരവെങ്കിൽ അവനോടൊപ്പം ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കലും ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുവാൻ ഒരിക്കലും താല്പര്യപ്പെടുന്ന ആളല്ല ഞാനും. ഞങ്ങളുടെ നാട്ടില് ഈ പെന്തക്കോസ്തിലേക്ക് പോകുന്ന ഒത്തിരി പേര് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഒന്നും ജീവിതം അത്രത്തോളം ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ പെന്തക്കോസ്തുകാരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ദൈവകൃപയാൽ ആരുടെ നിർബന്ധം കൂടാതെ യേശു വ്യക്തിപരമായി എന്നോട് ഇടപെട്ടത് മുഖാന്തരം യേശു സത്യമാണെന്നും യേശു ക്രിസ്തുക്കൂടെ ജീവിതത്തിന്റെ യഥാർത്ഥ സത്യാവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഈ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ജീവിതം ഒരിക്കലും ഒരു കെട്ടുകഥയോ അല്ലെങ്കിൽ ഒരിക്കലും അതൊരു വെറും ഒരു മായയല്ല. ഇത് സത്യമാണ്. ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാറ്റിനും കർത്താവ് നമുക്ക് തുണയായിട്ടും സഹായമായിട്ടും നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ ഏത് ആവശ്യത്തിനും നമ്മോട് കൂടെ നിൽക്കും. ഒരിക്കലും നമ്മുടെ തല കുനിക്കുവാൻ, നമ്മൾ പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. ദൈവം വിശ്വസ്തനായ കർത്താവാണ്. ആ കർത്താവിനെ സ്നേഹിക്കുന്നതും ആ കർത്താവിനെ അറിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ അനുഭവ സാക്ഷ്യത്തിൽ കൂടെ യേശു കർത്താവിനെ നിങ്ങളും അറിയണമെന്ന് ഞാൻ ആത്മാർത്ഥം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു വാക്ക് നിങ്ങൾ ഈ അരോമ ടി വിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവ് അരോമ ടി വിയിൽ കൂടി എൻ്റെ അനുഭവ സാക്ഷ്യം കർത്താവ് പങ്കുവെക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതായ ദൈവകൃപകളെ ഓർത്ത് നന്ദിയോടെ വാഴ്ത്തിയാൽ ഈ ടി വിയുടെ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കാം. താങ്കളുടെ ദാസനെയും കുടുംബത്തിൽ തന്റെ ശുശ്രൂഷയും അനുഗ്രഹിക്കുമാറാകണമേ. തന്റെ ദാസൻ ചെയ്യുന്ന ശുശ്രൂഷ അനേകരുടെ ടെസ്റ്റിമണി പറയുവാൻ ഈ അവസരം കൊടുക്കുക മുഖാന്തരം ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുമെന്ന് പറഞ്ഞതുപോലെ അനേകരുടെ ക്രിസ്തുവേശങ്ങളിലേക്കുള്ള മടങ്ങിവരവിന് കാരണമാക്കി മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവന് ഇങ്ങനെ അവസരം നൽകി തന്നില്ല ദാസന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക അരോമറ്റിയുടെ എല്ലാ പ്രേക്ഷകരെയും ദൈവം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവെ, തന്റെ മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ. തന്റെ മക്കളെ ഏത് ആവശ്യങ്ങളായിരിക്കുന്നുവോ കർത്താവെ, ഏതെങ്കിലും വിഷയത്താൽ അവർ ഭാരപ്പെടുന്ന, രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റു പലവിധമായ പ്രതിസന്ധികളാൽ അവർ നിരാശകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാല യേശുവിന്റെ നാമത്തിൽ തന്റെ മക്കളെ അനുഗ്രഹിക്കുകയാണ്. അവർ സകല ആവശ്യം നിറവേറ്റുവാൻ അങ്ങ് ശക്തനായ ദൈവമാകിയാൽ നന്ദിയോടെ വാഴ്ത്തുന്ന പ്രത്യേകം എന്റെ സ്നേഹിതനായ അനീഷ് പാസ്റ്റയും കുടുംബത്തെയോർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവെ, വീണ്ടും ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് സന്ദർഭദാസൻ കുടുംബത്തെ വീണ്ടും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സഹോദര യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിദാസനെ വളരെ നന്ദി. താങ്ക് യു കർത്താവിദാസൻ ജോൺ കെ ചാക്കോ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പാരമ്പര്യപ്രകാരം ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഒരു ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഒരു ഭവനത്തിൽ മാതാപിതാക്കന്മാർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനായിട്ട് ജനിച്ചു. എങ്കിലും പിന്നത്തേതിൽ പൈശാചികമായ പാപവഴികളിലേക്ക് വലിച്ചഴിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. പിശാച് തനിക്ക് തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഏതെല്ലാം നിലകളിൽ ഉപയോഗിക്കാമോ ആ നിലകളിലൊക്കെ ഉപയോഗിക്കുവാൻ വേണ്ടി വഴികളെ തിരിച്ചു വിട്ടു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം തക്ക സമയമായപ്പോൾ ദൈവസന്നിധിയിലേക്ക് മടക്കി വരുത്തുവാൻ ആ പാപത്തിൻ്റെ വഴികളിൽ നിന്ന്, ആ ലോകത്തിൻ്റെതായ നാശത്തിൻ്റെ പാതയിൽ നിന്ന് ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്താൽ, ആ ക്രൂസിൻ്റെ സ്നേഹത്താൽ ആ നിത്യതയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്താലും ആത്മാവിനാലും പണിയപ്പെടുവാൻ, മാനസാന്തരത്തിലേക്ക് വഴി നയിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായും അനേക പ്രിയപ്പെട്ടവർക്ക് മാതൃകയുള്ളവനായിരിക്കുവാനും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെയും ശുശ്രൂഷിക്കുന്ന ദൈവസഭയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് ഈ ദൈവദാസന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ നാം കേട്ടത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടുവാനും ദൈവനാമത്തിലൂടെ മഹിമപ്പെടുവാനും മുഖാന്തരമായി തീരുമല്ലോ. പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ:
രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com